അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു സക്കാഫി കുഞ്ഞുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ക്ലിപ്പ് തന്നെയായിരിക്കും ഒന്നാമതായിട്ട് ഇടുക. ഒരു വർഷം കഴിഞ്ഞാൽ സക്കാഫി ബിരുദം കിട്ടുന്ന ഹബീബ് വണ്ടൂര്, അദ്ദേഹത്തിന്റെ വെറും 15 മിനിറ്റ് മാത്രമുള്ള ക്ലിപ്പ് നമ്മളെ ക്ലാസ് റൂമിൽ ഇട്ടിരുന്നു. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നല്ല ദൈർഘ്യമുണ്ട്. അതിൽ പലതും അനാവശ്യ വിഷയങ്ങളാണ്, വെറുതെ ടൈം വേസ്റ്റ് ആകുന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പ്രസക്ത ഭാഗം മാത്രം ഇട്ടാൽ മതി എന്ന് കരുതിയതാണ്. പക്ഷേ അതിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്നും കട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതില് ഒരു കട്ടും ചെയ്യാതെ നിങ്ങൾ അതുപോലെ തന്നെ കേൾപ്പിക്കുകയാണ്. അതിന് കാരണമുണ്ട്, ആ കാരണം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഒന്ന്, ഈ മാന്യദേഹത്തിന്റെ ക്ലിപ്പ് 15 മിനിറ്റ് ഞങ്ങൾ വിട്ടപ്പോ റേഡിയോ പ്രേക്ഷകരും ബൈലക്സ് പ്രേക്ഷകരും ബൈലക്സ് നേരിട്ടുള്ള പ്രേക്ഷകരും എല്ലാരും കൂടി എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ക്ലിപ്പ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നന്നായിട്ട് പ്രചരിപ്പിച്ചു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 1.5 പ്രചരണമായിരുന്നു. പ്രത്യേകിച്ച് അസ്ലം കൊടുവള്ളിയൊക്കെ ഒരു 1.5 പ്രചരണം നടത്തിയതിന്റെ മൂപ്പരുടെ ക്ലിപ്പ് കേട്ടിട്ട് ആകെ അബുസവാസ്ത ഒന്നും കൂടി ഉണ്ട്, ഒരു മണിക്കൂറുണ്ട്. അതിന് കാരണമുണ്ട്. അപ്പോ മൂപ്പറ് ഈ ക്ലിപ്പൊക്കെ കേട്ട് മൂപ്പർ ആകെ ബേജാറായി, സങ്കടം മലരായി. അപ്പൊ മൂപ്പർ ചില കാര്യങ്ങൾ മൂപ്പർ ഉടനെ തന്നെ എന്റെ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു. അത് ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ കേൾപ്പിക്കാം, എന്റെ മൊബൈലിൽ തന്നെ കേൾക്കാൻ പറ്റുമോ നോക്കുക. ഹലോ, എന്താ സുഹൃത്തുക്കൾ ചെയ്തതിന്റെ സമ്മതമല്ലാതെ ഒരിക്കലും തൃപ്തിക്കൊള്ളട്ടെ, ഒരിക്കലും തൃപ്തിയില്ല. ഞാൻ പിൻവലിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യാൻ. എന്റെ ഒരു മുമ്മിന്റെ വേദനയ്ക്ക് ഇപ്പൊ മൂപ്പർ പറഞ്ഞിട്ടുള്ളത്, എന്താ സുഹൃത്തെ ചെയ്തത് നിങ്ങൾ, എന്റെ ക്ലിപ്പ് നിങ്ങൾ എങ്ങനെയാ പുറത്തു വിട്ടത്, എനിക്ക് പൊരുത്തമല്ല, അള്ളാന്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങി തന്നെ ചെയ്യും. പിന്നെ പണ്ട് അവരുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാം തന്നെയാണ് ശപിക്കല്, പേടിപ്പിക്കല്. ആ രീതിയിൽ മൂപ്പര് പ്രതികരിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് മൂപ്പരോട് ആദ്യം മുതൽ ക്ലിപ്പ് ആക്കിയിട്ട് മൂപ്പറ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ മുതൽ എനിക്ക് മൂപ്പരോട് ഒരു സഹതാപമായിരുന്നു. ഒരു പാവം പെട്ടുപോയതാണ്. അതുപോലെ കുറെ ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരാളാണെന്ന് കരുതി അതിനെ വല്ലാതെ കൊല്ലണ്ട എന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് അതിന് കൃത്യം പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തെ വിളിച്ച് ക്ലിപ്പാക്കിയിട്ട് നമ്മൾ ഇതുവരെ വിടാതിരുന്നത്. അപ്പൊ മൂപ്പറ് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്റെ ക്ലിപ്പ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു, ഭയങ്കര സങ്കടത്തിന്റെ മറ്റേ ഇമോഷൻ ഐക്കണൊക്കെ വിട്ടപ്പോ ഞാൻ പറഞ്ഞു, അതിന് മോശമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പ്രതികരിച്ചു അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ ക്ലിപ്പ് ആക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതുപോലെയാവില്ല എന്റെ സംസാരവും. അത് നമ്മൾക്ക് മനസ്സിലായില്ല. മൂപ്പരുടെ പ്രതികരണമാണ്, ഞാൻ ഒരിക്കലും പൊറുക്കില്ല, അള്ളാഹുവാണ് സത്യം, ഇത് പിൻവലിക്കുക. ക്ലിപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒന്നുകൂടി വിളിച്ചോളി, നമുക്ക് വേറെ സംസാരിക്കാം. ക്ലിപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും കൂടി വിളിച്ചോ, നമുക്ക് വേറെ സംസാരിക്കാം. അപ്പോ പിന്നെ ഇങ്ങനെ കുറെ ഭീഷണികളൊക്കെ ഇങ്ങനെ വിടുന്നു. ചതിയല്ലേ അത് ARCKP എന്ന്. ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, ഞാൻ പറയാനൊക്കെ മറുപടി പറയാം. പിന്നെ അയാൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഒരാളുടെ താല്പര്യമില്ലാതെ ഈ ക്ലിപ്പ് പരിപാടി പ്രചരിപ്പിക്കുന്നത് ശരിയല്ല, എന്റെ പൊരുത്തമില്ല എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് മാന്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ സമസ്ത ചേളാരിക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് 33 പോയിന്റുകൾ ഇട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ഗുരുതരമായ ഇല്ലാത്ത കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾ പോസ്റ്റ് ഇട്ടു. അപ്പോ അത് ഞങ്ങളടക്കമുള്ള എത്രയോ ജനങ്ങൾക്ക് അത് പൊരുത്തപ്പെടുമോ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളെ എതിരുമ്പില്ല ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു പോസ്റ്റ് ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന്. ഞാൻ ഒരു 33 പോയിന്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളവും തട്ടിപ്പുമായിട്ട് ഒരു പോസ്റ്റ് ഇറക്കിയിരുന്നു.
അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ഷമാപണം നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റുകൾ ഇറക്കിക്കോളി. ക്ലിപ്പ് ഞങ്ങൾ പിൻവലിക്കാം. പിന്നെ മൂപ്പരുടെ പ്രതികരണം ഒന്നുമില്ല. പിന്നെ എന്റെ വീട് എടുക്കാന്ന് ചോദിക്കാൻ തുടങ്ങി, അഡ്രസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൂപ്പർക്ക്. അത് എന്തിനാന്നൊന്നും അറിയില്ല. ഏതായിരുന്നാലും മൂപ്പർക്ക് നമ്മൾ കാത്തുനിന്നു. ഒരു ദിവസം നമ്മൾ കാത്തുനിന്നു. പക്ഷേ മൂപ്പർ തനി സ്വഭാവം കാണിച്ചു. മൂപ്പർ സക്കാഫി ആകാനുള്ള എല്ലാവിധ ക്വാളിറ്റിയും ഉണ്ട് എന്ന് തെളിയിച്ചു. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് മുഹീദ്ദീൻ നസീർ ഉസ്താദ്, ഞാൻ ഇപ്പൊ നിങ്ങളെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പൊ സംസാരിച്ചു വെച്ചതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്നെ മൈക്കിലേക്ക് വരണം. മാഷാ അല്ലാഹ് മുഹമ്മദ് സൈദ് ഉസ്താദ്, നിങ്ങൾ DC ആയതാണ് അല്ലെ? നിങ്ങൾ DC ആയതാണ്. നിങ്ങൾ എന്നെ ഒന്നുകൂടി മൈക്കിലേക്ക് വരണം എന്നറിയിക്കുന്നു. ഒരൊറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് സാജി ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യാം. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇദ്ദേഹത്തോട് നിങ്ങൾ ആ പോസ്റ്റ്, കള്ള പോസ്റ്റ് പിൻവലിച്ചാൽ നിങ്ങളുടെ ക്ലിപ്പ് ഇനി ഇടുന്നതല്ല എന്ന് അറിയിച്ചപ്പോൾ ഇദ്ദേഹം ആ ക്ലിപ്പ് പിൻവലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങൾ കാത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് എന്താണെന്നറിയണ്ടേ? എന്റെ ശബ്ദം കേൾക്കുന്നില്ല? ഞാൻ DC ആയോ സുഹൃത്തുക്കളെ? ഞാൻ DC ആയോ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് നിങ്ങൾ കേൾക്കണം. അതുപോലെ വായിക്കുകയാണ്. കള്ളക്ലിപ്പ് വീരന്മാരായ ജിസാന്റെയും മുജീബ് ലണ്ടന്റെയും പാത പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഫിത്ന വീരൻ ARCKP എന്നയാളാണ് എന്റെ പോസ്റ്റ് നെഞ്ചത്ത് പതിച്ചപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണോട്ടാ, അയാളുടെ പോസ്റ്റ് എന്റെ നെഞ്ചത്ത് പതിച്ചപ്പോൾ, പതിച്ചപ്പോൾ ചോദ്യങ്ങൾ ഉത്തരം മുട്ടിയപ്പോൾ എന്റെ ഫോട്ടോ വെച്ച് കള്ള ഫോൺ സംഭാഷണ ക്ലിപ്പ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത്. വിശ്വാസികൾ അതിൽ വഞ്ചിതരാകരുത്. ആദ്യം എന്റെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് എന്നെ ഏതോ ഒരു ശിങ്കിടിക്ക് വിവരം പിന്നെ ഏതോ ഒരു ശിങ്കിടിക്ക് വിവരം പകർന്ന് ഉത്തരം പൂർണ്ണമായി കിട്ടാത്ത പോലെ അഭിനയിപ്പിച്ചു വളരെ തന്ത്രപരമായാണ് ആ ക്ലിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. വിശ്വാസികൾ വഞ്ചിതരാവരുത്. ഈ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? ഞാൻ മൂപ്പർ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി. എന്നിട്ട് ഡമ്മിയായ ഒരാളെ വിളിച്ചിട്ട് ഇത് ഹബീബ് സക്കാഫി ആണെന്നുള്ള നിലക്ക് ഇങ്ങനെ സംസാരിച്ചൊരു കള്ള ക്ലിപ്പ് ഉണ്ടാക്കി എന്നാണ് മൂപ്പറുടെ ആരോപണം. രേഖകളില്ലാതെ ഞാൻ എഴുതുമോ? ഇല്ലേ ഇല്ല. എന്റെ ആ 33 ചോദ്യങ്ങൾക്ക് പ്രാമാണിക മറുകുറി എഴുതാൻ ആണായി പിറന്ന സാക്ഷാൽ കളവുകാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇലാ യൗമിൽ ഖിയാമ അതിന് സാധ്യമല്ല. അസാധ്യമായപ്പോഴാണ് ഈ കള്ള ക്ലിപ്പുമായി ഊരു ചുറ്റുന്നത്. അല്ലേ SK-കാര? ഒരാളുടെ അഭിമാനം കള്ള ക്ലിപ്പുണ്ടാക്കി പറിച്ചു കീറണോ? ഇത്തരം തട്ടിപ്പുകളാണ് SK-യുടെ ആകത്തുക. വീണ്ടും ആണയിട്ട് പറയുന്നു, അത് എന്റെ ശബ്ദമല്ല, സസ്നേഹം. ഹബീബ് വണ്ടൂര്. പിന്നെയും മൂപ്പർ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. നമ്മളെ മൂപ്പർ അടങ്ങിയതാക്കുന്ന തോന്നുന്നു. മൂപ്പർ പിന്നെയും മൂപ്പർ മൊബൈൽ നമ്പർ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും വിളിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. എന്റെ പ്രിയപ്പെട്ട ഹബീബ് വണ്ടൂരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായികളോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായി സംസാരിച്ച് ഞങ്ങൾ വിട്ട 15 മിനിറ്റ് ക്ലിപ്പും ഇന്ന് വിടാൻ പോകുന്ന 1 മണിക്കൂർ ക്ലിപ്പും നമ്മൾ വിടണ്ടാന്ന് വിചാരിച്ചാണ്. പക്ഷെ നിങ്ങൾ ഞങ്ങളെ ചൊറിഞ്ഞു, അതുകൊണ്ട് 1 മണിക്കൂർ ക്ലിപ്പും ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമം, തട്ടിപ്പ്, വേറെ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ചെയ്തത്, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തെളിയിച്ചാൽ 1,00,000 രൂപ ഇനാമെന്ന് മാത്രമല്ല, എന്റെ ഈ പൊതുപ്രവർത്തനം ഞാൻ നിർത്തും. എന്റെ ഈ സംഘടനാ പ്രവർത്തനം ഞാൻ നിർത്തും. ആണായി പറഞ്ഞിട്ടുള്ള AP വിഭാഗത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി സ്വീകരിക്കുക. സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുറബിയായ ഷേഖും ഗുരുവുമായ ജാലിയാവാലെന്നെ വിളിച്ച എനിക്ക് ഒരു സക്കാഫി കുഞ്ഞൊരു എരയേയല്ല. അത് ഇന്നത്തെ ക്ലിപ്പ് വെക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഏതായിരുന്നാലും പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊഹീദ്ദീൻ അൽ അസ്ഹരി എന്ന ഐഡിയിലുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് സാജി ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. കാരണം നമ്മളെ ക്ലിപ്പ് ഇടാൻ വേണ്ടി ഇനിയും 1/2 മണിക്കൂറുണ്ട്. അതുവരെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സാജി ഉസ്താദ് അദ്ദേഹത്തിന് പല കാര്യങ്ങളും പറയാനുണ്ട്. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊക്കെയുള്ള ചെറിയ ഒരു
ഒരു സംശയമേ അദ്ദേഹത്തിന് ഉണ്ടാവും. കാരണം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പോലെയുള്ള നല്ല കഴിവുറ്റ പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സാജി ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരണം, മൈക്കിലേക്ക് വരണം. മുഹമ്മദ് സാജി ഉസ്താദ് അവിടെ ഇല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? മുഹമ്മദ് സാജി ഉസ്താദ് മുഹിയുദ്ദീൻ അൽ അസ്ഹരി എന്ന ഐഡിയിലുള്ള അസ്ഹരി ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സാജി ഉസ്താദ് കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി മുകളിലേക്ക് വരണം, ഡെസ്കിലുണ്ടെങ്കിൽ. ആഫ്റ്റർ 10 മിനിറ്റ് എന്ന് അറിയിച്ചിട്ടുണ്ട് മുഹിയുദ്ദീൻ അൽ അസ്ഹരി. നല്ല കഴിവുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചില സംവാദങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. പിന്നെ മുടി എരിവരി കൊള്ളുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ നല്ല കിതാബിയായിട്ടുള്ള നല്ല ചർച്ചയും ഖണ്ഡനവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ നല്ല കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ഓർക്കുക. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അതിലെ ഓരോ അഡ്മിന്മാരും അതിലെ ഓരോ ചർച്ചകളും അത് ഹക്കായ കാര്യമാണ്, സത്യസന്ധമായ കാര്യമാണ്. താൽക്കാലിക വിജയത്തിന് വേണ്ടിയിട്ടോ മറ്റോ ഒരിക്കലും തന്നെ കളവ് പറയുന്ന, തട്ടിപ്പ് നടത്തുന്ന, വഞ്ചിക്കുന്ന ഒരു സ്വഭാവം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഹബീബ് വണ്ടൂർ എന്ന് പറയുന്ന അടുത്ത വർഷം സക്കാഫിയായിട്ട് പുറത്തിറങ്ങുന്ന ഈ മാന്യ സുഹൃത്തിനെ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഒരു സാധുവാണ്, പെട്ടുപോയതാണെന്നൊക്കെ കരുതി. പക്ഷെ ഇങ്ങനെ മലക്കം മറിയ സ്വന്തം ശബ്ദം, സ്വന്തമായി സംസാരിച്ച സ്വന്തം ശബ്ദം അത് എന്റേതല്ല എന്ന് പറയാന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? ഈ കൂട്ടര് നിങ്ങൾ നോക്കിയേ, നേതാക്കളുടെ പാത പിന്തുടരുകയാണ്. ഇവരുടെ നേതാവായ മാന്യദേഹം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ പേരോൾ അബ്ദുറഹ്മാൻ സക്കാഫി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അവർ വലിയ വലിയ ബോംബ് പൊട്ടിക്കുമ്പോ ഈ കുട്ടികൾ ചെറിയ ചെറിയ ചിരട്ട പൊട്ടിച്ച് ആ പാത പിന്തുടരുകയാണ് കളവിന്റെ വഴിയിൽ. അല്ലേ? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം വാസനിക്കുന്നു പറഞ്ഞതുപോലെ ഈ കുട്ടികള് ഇവരുടെ കുറ്റമല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ തകരാറാണ്. എത്ര പണിയുണ്ട്, എത്ര മനോഹരമായ കളവുണ്ടാക്കി പറയണമെങ്കിൽ. അതൊക്കെ എത്ര ഭാവന വേണം. എന്നെ വിളിച്ചു, എന്നിട്ട് സംസാരിച്ചു, എന്റെ ഡീറ്റെയിൽസുകൾ അറിഞ്ഞു, എന്നിട്ട് വേറൊരാളെ വിളിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് ഉത്തരം കിട്ടാത്തതുപോലെ പൊട്ടൻകളി കളിച്ചുകൊണ്ട് ക്ലിപ്പ് ഉണ്ടാക്കി വിട്ടതാണ്. ആരും അതിൽ വഞ്ചിതരാകരുത് എന്ന്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, മൂപ്പറെ സമ്മതിച്ചു. ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. അത് നല്ല ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അബീ വണ്ടൂർ ഉസ്താദ്, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് നിങ്ങളുടെ ക്ലിപ്പ് വിശദീകരിക്കുക പോലും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയായിരിക്കും. ജസ്റ്റ് ക്ലിപ്പ് ഇട്ടു വിട്ടു, ഒഴിവാക്കി. പിന്നെ ചില ആളുകൾ മോനാനുവിനെ പോലെയുള്ള ചില ആൾ ദില്ലുമൊക്കെ വന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾ വല്ലാതെ നിങ്ങളെ കൊന്നിട്ടുമില്ല, വിശദീകരിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ നേതാക്കളുടെ പാതയിലേക്ക് പോയിക്കൊണ്ട് പച്ച കളവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ടി വന്നത് എന്നറിയിക്കുന്നു. ആ 13 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ മിഞ്ഞാന്ന് വെച്ച ക്ലിപ്പ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ് റൂമിൽ? അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? മിഞ്ഞാന്ന് നമ്മൾ ഇദ്ദേഹത്തെ ആദ്യം വിളിച്ച് സംസാരിച്ച ക്ലിപ്പ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ബിച്ചു പള്ളിക്കൽ കേട്ടിട്ടില്ല, നജീം തെന്നല കേട്ടിട്ടില്ല, അബൂഷറിൻ മക്ക കേട്ടിട്ടില്ല, PM ജോഫി കേട്ടു. യെസ് എന്ന് പറയുന്നത് കേട്ടു എന്നാണോ കേട്ടിട്ടില്ല എന്നാണോ? ഓക്കെ, ആ ക്ലിപ്പ് കേൾക്കാത്തവരൊന്ന് എൻട്രൈസ് ചെയ്ത്. ക്ലിപ്പ് കേൾക്കാതെ 15 മിനിറ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ച 15 മിനിറ്റ് ഹബീബ് വണ്ടൂരിന്റെ ക്ലിപ്പ് കേൾക്കാത്തവരെ എൻട്രി ചെയ്യാൻ. പഠിച്ചോ, ഇതെന്താണ് എല്ലാരും എൻട്രി ചെയ്യാണല്ലോ. എന്നാ പിന്നെ ആ 15 മിനിറ്റ് ക്ലിപ്പ് ഇപ്പൊ ഒന്ന് വെക്കട്ടെ, കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടോട്ടെ എന്ന് കരുതി. അമീർ സാഹിബ് ഒന്ന് പെട്ടെന്ന് വെച്ച് തീർത്തോട്ടെ 15 മിനിറ്റ് ക്ലിപ്പ്, അല്ലെ? ഇത്രയൊക്കെ ആളുകൾ കേട്ടില്ല എന്ന് പറയുമ്പോ അപ്പോഴാണ് അവർക്ക് അതിന്റെ ആ പോയിന്റ്, അവർക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുക. ഓക്കെ, ഞാൻ ചുരുക്കി അതിന്റെ മൊഹീദ്ദീൻ അൽ അസ്ഹരി ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടോ? അല്ലെ, മൊഹീദ്ദീൻ അൽ അസ്ഹരി ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടോ?
ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിച്ചാൽ മതി. പബ്ലിക്കിൽ ഒരു എസ് അടിച്ചാൽ മതി. ഉസ്താദ് റെഡിയായോ? മൈക്കിലേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ അൽ-അസ്ഹരി ഉസ്താദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടായിട്ട് കാണുന്നുണ്ട്. ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിക്കുക. പബ്ലിക്കിലോ PM-ലോ ഒരു എസ് അടിക്കുക. നിങ്ങൾ 12 മണിക്ക് ക്ലിപ്പിട്ടാൽ ഞങ്ങൾ എങ്ങനെ കേൾക്കാനാണെന്ന് ബിച്ചു പള്ളിക്കല്ല. ഇന്ന് ആ പരാതിയൊക്കെ തീർക്കുക. ഇന്ന് 9 മണി 9:01 ആകൂല. 9 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് ഇടണം എന്നുണ്ട്. മുഹ്യിദ്ദീൻ അൽ-അസ്ഹരി ഉസ്താദ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ആ മിഞ്ഞാനത്തെ ക്ലിപ്പ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വല്ലാതെ ആളുകളെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല മൂപ്പർ എഴുതിയതാണ് ആ പോസ്റ്റ് എന്നൊക്കെ. മൂപ്പർക്ക് അത്രയൊന്നും വിവരം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് ക്ലിപ്പ് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഒരു സാധു അടുത്ത വർഷം സക്കാഫി ആകാണ്, അത് വേറെ വിഷയം. സക്കാഫിമാർക്ക് എത്ര വിവരമുണ്ട് നമുക്കറിയാലോ. ഏതായിരുന്നാലും ആ സാധുവിന്റെ പേരിൽ ആ സാധുവിന്റെ പേരിൽ 33 സമസ്തക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ ഇടയിൽ ഈ മാന്യദേഹത്തിന്റെ പേരും കൊടുത്തു, ഹബീബ് വണ്ടൂർ, മൊബൈൽ നമ്പർ അടക്കം. അപ്പോ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് കരുതി ഞാൻ വിളിച്ചു. 15 മിനിറ്റ്. അതിനുശേഷമുള്ള ഭാഗമാണ് ഇന്ന് ഇടാമെന്ന് പറഞ്ഞത്. ഏതായിരുന്നാലും 15 മിനിറ്റ് കേൾക്കാത്തവർക്ക് ഞാൻ ആ ക്ലിപ്പ് ഒന്ന് ഇടുകയാണ്. ഒന്ന് സ്റ്റീരിയോ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇടുകയാണ് 15 മിനിറ്റ് ക്ലിപ്പ്. ആയിക്കോട്ടെ. മുഹ്യിദ്ദീൻ അൽ-അസ്ഹരി ഉസ്താദ് കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്റ്റീരിയോമിക്സ് ആക്കി വരും. എല്ലാവരെയും ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇത് മിഞ്ഞാന്ന് വെച്ച ക്ലിപ്പ് തന്നെയാണ്. പുതിയ ക്ലിപ്പുകൾ 1 മണിക്കൂറിന് ശേഷം 1 മണിക്കൂറും 4 മിനിറ്റുള്ള ആദ്യം ഇടും. അതിനുശേഷം ജിഷാന്റെ ഇവരുടെ SYSന്റെ പ്രമുഖ നേതാവിന്റെ ഇടും. അതിനുശേഷം മർക്കസിൽ ഓഫീസിൽ 2 ആൾക്കാരുടെ ഇടും. അങ്ങനെ ഓരോന്നായിട്ട് ഇടും. അപ്പൊ എല്ലാവരെയും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. കൃത്യം 9 മണിക്ക് ഫസ്റ്റ് ക്ലിപ്പ് 1 മണിക്കൂറിലിടും. പിന്നെ വഹാബിന്റെ നെട്ടോത്തം പള്ളിക്കൽ ബസാർ ഇലക്ഷനൊക്കെ നമുക്ക് സൺഡേ കഴിഞ്ഞാൽ റിസൾട്ട് വരും. അതുവരെ മുടിക്കാർ അടങ്ങി BP കൂടാതെ ഇരിക്കണം എന്നും കൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. ഇവിടെ ഷവാൻ കൊടുക്കാനായി ഇൻഷാ അല്ലാഹ്. എന്താണ് അപ്പൊ അന്ന് ഉറങ്ങണ്ട, ആരും ഉറങ്ങണ്ട. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് അബ്ദുറഹ്മാനാണ്, സൗദി അറേബ്യയിൽ റിയാദിൽ നിന്ന്. സൗദിയിലാണല്ലോ. അതെ, നിങ്ങളെവിടെയാ നാട്ടില്? വണ്ടൂരാണ്. റേഞ്ച് കമ്മിയാണ്, അതുകൊണ്ടാണ് വണ്ടൂരാണ്. നിങ്ങളൊരു പോസ്റ്റ് കണ്ടു വാട്സാപ്പിൽ, ഒരു നീണ്ട ഒരു 32 സൗദിയിലല്ലേ? അതെ 33ഓളം പോയിന്റുകൾ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു വാട്സാപ്പിൽ. അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നമുണ്ടോ ഇപ്പൊ സംശയം തീർക്കുന്നില്ല? അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വിളിച്ചാണ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലല്ല, റേഞ്ച് ഇല്ലെന്നുള്ളൂ, തിരിയുന്നുള്ളൂ. പ്രശ്നമില്ല. നിങ്ങളുടെ പേരെന്താ? പേര് ഹബീബ് വണ്ടൂർ. ഹബീബ് വണ്ടൂര്. മൂല്യരാണോ? സ്റ്റുഡന്റ് ആണ്. എവിടെയാ പഠിക്കുന്നത്? മർക്കസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ സക്കാഫി ബിരുദത്തിന് വേണ്ടി പഠിക്കാണ്. സക്കാഫി ബിരുദത്തിന് വേണ്ടി പഠിക്കായിരിക്കും. അതെ, ഓക്കെ. ഇൻഷാ അല്ലാഹ്. ഇത് ഒന്നാമത്തെ പോയിന്റ്, പള്ളിയും മദ്രസയും തകർക്കലും ഖുർആൻ കത്തിക്കലും പോസ്റ്റിക്കലും സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യമാണോ? ഈ പള്ളി തകർത്തു എന്ന് പറഞ്ഞത് മനസ്സിലായിട്ട? പള്ളി ഏത് പള്ളിയാ തകർത്തതെന്ന് പറഞ്ഞു തന്നാലും നന്നായിരുന്നു. പള്ളി ആക്രമിച്ചില്ലേ? എവിടെ പള്ളി ആക്രമിച്ചു? ഓണപ്പള്ളി മദ്രസ അതിന്റെ തൊട്ടടുത്ത്. എവിടെ 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 ഒരു പള്ളി ഉണ്ടായിരുന്നില്ല? അല്ല, എവിടെ? ഓണപ്പള്ളി മദ്രസ. ഓണപ്പള്ളിയിലോ? ഓണപ്പള്ളിയോ? അതെവിടെ സ്ഥലം? അതറിയില്ല. അറിയാമെങ്കിൽ പോയി പണിയാവും.
അല്ല ഒരു മിനിറ്റ് നിങ്ങൾ ബേജാറല്ലപ്പോ ഞാനാ നാട്ടുകാരനാ അതുകൊണ്ടാണ് വേറെ വിചാരിച്ചില്ല താളി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫോൺ കട്ട് ചെയ്തു. ഇവിടെ വിഷയമൊന്നുമില്ല. കാരണം ആ സ്ഥലത്ത് പോയ ആളാണ് ഞാൻ. ആ സ്ഥലം തളിപ്പറമ്പിലെ ഓണപ്പറമ്പാണ്. ഓണംപള്ളി എന്ന് പറഞ്ഞ നമ്മളെ ബഹുമാനപ്പെട്ട SKSF-ന്റെ നേതാവ് മുഹമ്മദ് ഫൈസി ഉസ്താദിന്റെ നാടാണ്. മുഹമ്മദ് ഫൈസി ഓണംപള്ളി. അതൊന്ന് കാരണം മൂപ്പർക്ക് സ്ഥലം പോലും അറിയില്ല. ഒരു പാവാണ്, സാധുവാണ്, പച്ച സാധുവാണ്. പിന്നെയല്ല അവിടെ പള്ളി ഉണ്ടോ, പള്ളി തകർത്തോ എന്നുള്ള വിഷയത്തിലേക്ക് പോകേണ്ടത്. അതൊന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചൂടായി. പിന്നെ ഒരു 99 കോള് ചെയ്തേ പിന്നെയാണ് ബിപിൻ മൂപ്പർ പിന്നെ രണ്ടാമത്തെ നമ്മളെ കോള് എടുക്കുന്നത്. അല്ല ഈ ലോകത്ത് നല്ല ജീവിക്കണേ. അല്ല ഇപ്പൊ നിങ്ങളിങ്ങനെ ചൂടാകല്ല, നമ്മൾ ഒരു സൗഹൃദമായിട്ട് നിങ്ങളെ വിളിച്ചാൽ അത് ഞാൻ ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. മാന്യമായിട്ട് സംസാരിക്കണേ. അല്ല മാന്യമായിട്ട് ചിന്തിച്ചാല് പറഞ്ഞോളൂ. 33 ചോദ്യം മാന്യമായിട്ട് ചിന്തിച്ചൂടെ? അതെ, അത് മാന്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളോട് ചലഞ്ച് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഓണംപള്ളി എന്ന് പറഞ്ഞു. ഓണംപള്ളി എന്നുള്ളത് മുഹമ്മദ് ഫൈസി ഉസ്താദിന്റെ നാടാണ്. ഈ സ്ഥലത്തിന്റെ പേര് സംഭവം ഉണ്ടല്ലോ ഓണപ്പറമ്പൊക്കെ. അത് സാറില്ല, അത് സാറില്ല, അത് വിഷയാക്കുന്നില്ല. ഓക്കെ, ഓണപ്പറമ്പ്. ശരി, ഓണപ്പറമ്പില് ഞാൻ എന്റെ നാടിന്റെ അടുത്താണത്. ഞാനവിടെ പോയപ്പോ അവിടെ സലാമത്ത് സെന്റർ എന്ന് പറയുന്ന നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ട്. അതിന് തൊട്ടടുത്തൊരു മദ്രസ, പുതിയൊരു മദ്രസ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരുന്നു എന്ന് പറഞ്ഞൊരു നോട്ടീസും ഉണ്ടായിരുന്നു. ആ മദ്രസ കെട്ടിടം ഒരു മിനിറ്റ് ഓക്കെ. ഇവിടെ സലാമത്ത് സെന്റർ എന്നുള്ളൊരു ഓഫീസും ഉണ്ട്, മദ്രസയുണ്ട്. 2 കെട്ടിടം അവിടെയുള്ളൂ. മൂന്നാമതൊരു കെട്ടിടം ഇല്ല. പിന്നെ എങ്ങനെയാ പള്ളി ഉണ്ടാകുക? പള്ളിയുണ്ട്. ലോകത്ത് തന്നെ ജീവിക്കണം. നാട്ടിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അവിടുത്തെ പ്രവർത്തകര്. ആയിക്കോട്ടെ വിസായി, ഞാൻ അവിടെ പോയിട്ട് കണ്ട ആളാണ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. പള്ളി ഇല്ലാന്ന് പറയാം. പള്ളിയില്ല, അവിടെ പള്ളി ഇല്ലാതെ 100% ഞാൻ പറയുന്നത് മാത്രമല്ല, അവിടെ അങ്ങനെ പള്ളി ഉള്ളതായിട്ട് നിങ്ങൾ തെളിച്ചാൽ നിങ്ങൾ പറഞ്ഞ പണി ഞാൻ എടുക്കും. പോരെ? മാന്യമായ ചർച്ചയല്ലേ അത്? അവിടെ പള്ളി ഉണ്ട്. ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ. അവിടെ 2 കെട്ടിടമുള്ളൂ. ഒന്ന് സലാമത്ത് സെന്റർ എന്ന് പറയുന്ന നിങ്ങളുടെ ഓഫീസും, രണ്ടാമത്തത് നിങ്ങളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യാൻ വെച്ച മദ്രസയും. ഈ 2 കെട്ടിടമല്ലാത്ത മൂന്നാമതൊരു കെട്ടിടം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറഞ്ഞ പണിയെടുക്കുന്നു. പക്ഷെ അവിടെയോ എവിടെ ആയാലും പള്ളി തകർത്ത് പൂർണ്ണമായി തകർത്ത് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതിന്റെ ചെറിയൊരു പൊട്ടി അതിനെ നേരെ ആക്രമിച്ചാലും അത് അതിനോട് പള്ളിയോടുള്ള ക്രൂരതയാണ്, അല്ലാഹുവിനോടുള്ള അനാദരവാണ്. തീർച്ചയായിട്ടും അതിസായി പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു സംശയമില്ല. പക്ഷെ പള്ളി വേണ്ട തകർക്കാൻ വേണ്ടിട്ട് അല്ല, പള്ളി പോകട്ടെ. എത്ര എല്ലാവർക്കും പരീക്ഷയുള്ള പേപ്പറിലടക്കം വന്നു. ആ പേപ്പറിന്റെ ആ വിശദീകരണത്തെ അതിനെതിരെ ഒരു നേതാവ് ശ്രദ്ധിച്ചോ? ഒരു മിനിറ്റ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബീബ്, ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ഞാൻ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് അന്ന് അവിടെ പോലീസ് കാവലുണ്ടായിരുന്നു. കാരണം ഈ സംഭവം കഴിഞ്ഞ പേപ്പറിൽ കണ്ടത് ആക്രമിച്ചതും എത്തിസ്ഥാപന ഉദ്ഘാടനത്തിലെ പള്ളി ആക്രമിച്ചതാണ്. എന്റെ പേപ്പറിലൊക്കെ പറഞ്ഞത് കണ്ടോ കണ്ടില്ല? അതിന് ഞാൻ പറയാം. എന്റെ ഹബീബ് AP ഉസ്താദ് ഉദ്ഘാടനം, അതിനെ ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് AP ഉസ്താദ് അവിടെയുള്ള മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്നാണ്. പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് ഒരു പത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരും പ്രചരിപ്പിച്ചതുമാണ്. ഒരു മിനിറ്റ് നേരിട്ട് കണ്ടതായി നമുക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട. നിങ്ങൾ പത്രത്തില് അവിടെ പള്ളി ഉദ്ഘാടനം ചെയ്യാനാണ് കാന്തപുരം ഉസ്താദ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പള്ളി ആക്രമിച്ചത് പള്ളി ആക്രമിച്ചതായ ആ ഫോട്ടോവും അതുപോലെ തന്നെ
അതിന്റെ അടുത്തുള്ള വാഹനങ്ങൾ ആക്രമിച്ച ഫോട്ടോവും തീർച്ചയായും ഒരു കാറ് മറിച്ചിട്ടിട്ടുണ്ട്, പിന്നെ ഒരു കൈനറ്റ് ഹോണ്ട അടിച്ചു പൊളിച്ച് തിരിച്ചു മറിച്ചു വിട്ടിട്ടുണ്ട്, 2-3 വാഹനങ്ങളൊക്കെ. അതൊക്കെ ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടതാണ്. വാഹനമടക്കം വാഹനത്തിന്റെ ഉള്ളും പുറത്ത് നേരിട്ട് കണ്ടതാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിന്നെ നിങ്ങളുടെ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്നിട്ടുള്ളത് പള്ളി ഉദ്ഘാടനം ചെയ്യാനല്ല, മദ്രസ ഉദ്ഘാടനം ചെയ്യാനാണ്. അതിന്റെ പോസ്റ്റർ ഈ നിങ്ങളുടെ സലാമത്ത് സെന്റർ എന്ന് പറയുന്ന ഓഫീസിന്റെ ഉള്ളിൽ അതിന്റെ വലിയ പോസ്റ്റർ അടക്കമുണ്ട്. സലാമത്ത് സെന്റർ മദ്രസ പള്ളി ആക്രമിക്കും ഒക്കെ ഒരുപാട് വാർത്ത വന്നതിനെതിരായിട്ട് ഒരു എക്കാലം ശ്രദ്ധിച്ചതായി കേൾക്കാത്തത് കൊണ്ടാണ് ഞാനത് പോസ്റ്റ് രേഖപ്പെടുത്തിയത്. അങ്ങനെയാണ്. ഓക്കെ, സാരമില്ല. എന്നാ പിന്നെ നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. കാരണം ബൈലക്സ് മെസ്സഞ്ചറിൽ ഈ പ്രശ്നം കഴിഞ്ഞത് മുതൽ തന്നെ, അതിന്റെ പിറ്റേ ആഴ്ച മുതൽ തന്നെ ഈ വിഷയം ഞാൻ പറയുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു പള്ളിയില്ല, അങ്ങനെ ഒരു പള്ളി തകർത്തിട്ടില്ല. അതേസമയത്ത് മദ്രസയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പിന്നെ വാഹനങ്ങളൊക്കെ തകർത്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടതാണ്, ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പള്ളി അവിടെ ഇല്ല. കാരണം 2 അതിന്റെ പ്രതികളെ പിടികൂടിയതും അതൊക്കെ എല്ലാവരും സംഭവിച്ചതാണ്. അതെ, അതിന്റെ പ്രതികൾ എന്ന് പറയപ്പെടുന്ന 1ാം സ്ഥാനത്തുള്ള പ്രതി എന്ന് പറയപ്പെടുന്ന അതിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, ആയിക്കോട്ടെ. അത് കഴിഞ്ഞു, അത് വിഷയം കഴിഞ്ഞു. 2ാമത്തെ പോയിന്റ് ചോദിച്ചോട്ടെ. വിഷയം രണ്ടാമതായിട്ട് നിങ്ങൾ ആവണമെന്നില്ല. ഏതാണ് ഞാൻ പറഞ്ഞേ, ഓണപ്പറമ്പ് മദ്രസയാണ് എന്നതിന് ഒരുപാട് രേഖയുണ്ട്. പക്ഷെ പള്ളിന് വേറെയും ആകാം. ആ ഫോട്ടോസ് വേറെ പള്ളിയുമായി ബന്ധപ്പെട്ടും ആകാമല്ലോ. സാറിന്റെ പ്രശ്നം അതീത പ്രശ്നമില്ല. വേറെ പള്ളിയാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾ എനിക്ക് മിസ് കോൾ അടിച്ചാൽ ഞാൻ വിളിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി വേറെ പള്ളിയാണ് പറഞ്ഞാൽ. അതൊക്കെ ഏതായാലും അത് ചോദ്യം ഒന്ന് കഴിഞ്ഞു. ആ ചോദ്യം അത് എതിർക്കാനോ ഖണ്ഡിക്കാനോ നമുക്ക് സാധ്യമല്ല. കാരണം അതിനെതിരെ ഒരു യുക്തി നേതാവ് പോലും ശബ്ദിച്ചില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞത് SSFന്റെ പ്രവർത്തകനായ ഞാൻ ബൈലക്സ് മെസ്സഞ്ചറിൽ വളരെ വ്യക്തമായിട്ട് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അത് മദ്രസയാവട്ടെ, ആ മദ്രസ തകർച്ചതിനെതിരെ ഒന്നും ശബ്ദിച്ചില്ല. ചെറുശ്ശേരി ഉസ്താദോ തങ്ങളോ ഒന്നും വേദനക്കിയാൽ അതിനെതിരെ ശബ്ദിക്കാമല്ലോ. അതെ, മദ്രസ തകർച്ചല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം, നിങ്ങൾ 1ാമത്തെ ആ പള്ളി എന്നുള്ളത് വെട്ടിയിട്ട് മദ്രസ മാത്രമായിരിക്കും, നമുക്ക് പ്രശ്നമില്ല. എന്നിട്ട് 2ാമത്തെ പോയിന്റിലേക്ക് കിടക്കട്ടെ. അന്ധമായ അസൂയ കൊണ്ട് മാത്രം എന്തിനിങ്ങനെ ആക്രമം മോശമാകുന്നു? കൊണ്ടുവന്നോ അതിനെതിരെ മുഴുവൻ ശബ്ദിക്കുന്നത് അസൂയ കൊണ്ടാണെന്ന് ലോകത്തുള്ള APU സുന്നികൾക്ക് മാത്രമല്ല സർവ മുസ്ലിങ്ങൾക്കും ഏത് മതവിഭാഗത്തിനും പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെറിയ ഒരു ഉദാഹരണം. ഏത് ഉസ്താദ് വന്ന എന്തും എതിർക്കുന്നു. ഇപ്പോൾ അവസാനം കൊണ്ടുവന്നത് ഒരു ജൂത ചട്ടിയും പിന്നെ ബോംബെയിൽ നിന്ന് കുറച്ച് മുടികളുമാണ്. ഇത് ഞങ്ങൾ എതിർക്കുന്നുണ്ട്. എതിർക്കണ്ട നിങ്ങൾ പറയും. ബോംബെന്ന് മാത്രമല്ല, ഹസ്രത്തിന്റെ കൈവശം ആദ്യം പറഞ്ഞു എന്റെ നേതാവ് നമ്മൾക്ക് പറയാം. ബോംബ് നിങ്ങൾ മാറ്റിവെച്ചോ? ബോംബ് മാറ്റിവെച്ചോ? ബോംബ് മാറ്റിവെച്ചിട്ടില്ല. അവിടെ സുഹൃത്തുക്കൾ അവിടെ ഒരുപാട് പള്ളികളുടെ കാവ്യാണ് അദ്ദേഹം അവിടെ പോയി ചർച്ച ചെയ്ത ആളുകളുണ്ട്. അവിടെ കണ്ട ആളുകൾ അബീദായിട്ട് നിങ്ങൾ പറഞ്ഞത് ഓർമ്മ ഒരുപാട് പള്ളികളുടെ കാളിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളിത് തെളിയിച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ ഇനാമ് വേണം? ഒരു 10,000 രൂപ ഇനാം തരട്ടെ. അവിടെ സ്വീകാരനായ ആളാണോ? അല്ല, കാളി പോയിട്ട് ഇപ്പൊ സ്വീകരണമായ ആളായോ? അല്ല, അതിപ്പോ ഞാൻ പോയിട്ട് പറഞ്ഞതല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഒരുപാട് പള്ളികളുടെ അവിടെയുള്ള ഒരുപാട് പള്ളികളുടെ കാളി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതാ പോസ്റ്റിലുണ്ടോ? നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞതില്ല, പോസ്റ്റില്ല. നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞ വിഷയം അല്ല ആ പോസ്റ്റാണ് എതിർക്കുന്നത്. ഞാൻ പറഞ്ഞ അത് എഴുതിയിട്ടില്ല. ഓക്കെ. പറഞ്ഞത് പിൻവലിച്ചോ? അല്ലല്ല, ഞാൻ പറഞ്ഞിട്ട് പിൻവലിച്ചിട്ടില്ല. ഞാൻ പോസ്റ്റുമായി ബന്ധപ്പെട്ട പോസ്റ്ററിൽ ഞാൻ 100% ഉള്ളത് എഴുതിയിട്ടുള്ളത് ഇത് എഴുതിയിട്ടില്ല. മനസ്സിലായോ? എന്നാ പിന്നെ എഴുതിയിട്ടില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ. അത് നിങ്ങൾ പോസ്റ്റിലില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണ്ട. ഓക്കെ. ഈ പിന്നെ ജാലിയൻവാലിനെ കുറിച്ച് നിങ്ങളിപ്പം പിന്നെ പല സ്ഥലത്തുള്ള കാലിയാന്ന് പറഞ്ഞു. ഇയാൾക്ക് ഫാത്തിഹ ഒന്നും അറിയോ? ഏത് പാർട്ടിയെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ പണ്ഡിതന്മാർ അവിടെ പോയി
പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? ഞങ്ങൾ നമുക്ക് നേതാക്കള് അവിടെ പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അദ്ദേഹം അതാണ് നിങ്ങളുടെ സംഘടനയുടെ ഏതൊക്കെ നേതാക്കൾ അവിടെ പോയിട്ടുണ്ട്? സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ നമ്മളിത് വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു വർത്താനം കേട്ടോ. ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്, അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. സാലി സക്കാഫി പറഞ്ഞതുപോലെയുള്ള ആ വർഗമായി പോയല്ലോ. ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞങ്ങളുടെ നേതാക്കളൊക്കെ അവിടെ പോയിട്ടുണ്ട്. പിന്നെയും കുടുങ്ങാണ്, കുയിന്ന് വല്ല കുളത്തിലേക്ക് പോവുകയാണ്. സാധുവാണ്, പച്ചപ്പാവാണ്. മുഹമ്മദ് സാജി ഉസ്താദ് കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാജി ഉസ്താദ്, ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ, അതിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജാലിയവാല വാല അവറുകൾ ബോംബെയിലെ പല പള്ളികളിലെയും ഖാദിയാണ് എന്നാണ് നമ്മുടെ അടുത്ത വർഷം സക്കാഫത്തി ബിരുദം വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു സക്കാഫി കുട്ടി പറയുന്നത്. ബോംബെയിലെ ഒരുപാട് പള്ളികളുടെ ഖാദിയൻ കഴുത്തിനങ്ങനെ പിടിച്ചപ്പം പറയാണ്, ഖാദിന്ന് പറഞ്ഞാല് സ്വീകാര്യനായ ആള്, ഫാത്തി അറിയാന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയില്ല. നമ്മുടെ നേതാക്കളൊക്കെ അവിടെ പോയിട്ടുണ്ട്, അവരൊക്കെ നമ്മൾ അങ്ങനെയാ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാ പിന്നെ ഏത് നേതാവാ പോയി എന്നുള്ള ചോദ്യത്തിന് മൂപ്പർ പറയുന്ന മറുപടി കേട്ടോളൂ. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളിപ്പോ പറഞ്ഞ കണ്ടിട്ടുണ്ടെന്ന്, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ സംഘടനയുടെ നേതാക്കളൊക്കെ അവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അവർ പറഞ്ഞതാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. നിങ്ങളുടെ സംഘടനയുടെ ഏത് നേതാവ് അവിടെ പോയിന്ന്? കാന്തപുരം ഏറ്റവും കൂടുതൽ മുസ്ലിയാർ പോയിട്ടുണ്ടോ? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് പോയിട്ടുണ്ടോ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അവിടെ പോയിട്ടുണ്ട്. അല്ലാഹു അല്ല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അവിടെ പോയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഇങ്ങനത്തെ ഭക്ഷണമുള്ള സുഹൃത്തുക്കളൊക്കെ എങ്ങനെ? അല്ല, വിശ്വാസയോഗ്യമായ സുഹൃത്തുക്കളാണ്. ഒന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉസ്താദ് അവിടെ പോയിട്ട് അതുപോലെ നിങ്ങളെ എതിർക്കാതെ യാതൊരു കാര്യമില്ല. ലോകത്തെത്ര കേസങ്ങളുണ്ട്, തിരുകേസങ്ങൾ. അല്ല, അവിടെ ബർക്കത്തെടുക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ എ പി ഉസ്താദ് നിങ്ങൾക്ക് വിശ്വാസം പറഞ്ഞല്ലോ. എ പി ഉസ്താദ് അവിടെ പോയിട്ടുണ്ടോ? അവിടുന്ന് സ്വീകരിക്കാൻ വാങ്ങിയിട്ടുണ്ടോ, അവിടെ പോയി സ്വീകരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ല. സാറില്ല, ആ വിഷയം നമുക്ക് വിടാം, കാരണം നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. മൂന്നാമതായിട്ട് നിങ്ങൾ ഇതിൽ എഴുതിയിട്ടുള്ളത് വിജയികൾക്ക് ചായ സൽക്കാരവും പിന്നെ വത്തക്ക വെള്ള സൽക്കാരവും നടത്തലും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനം എഴുതലും സമസ്തയുടെ പാരമ്പര്യമാണോ? മറ്റേ ലാസ്റ്റ് നിങ്ങളെ മറ്റേ എന്താണ് അതിന്റെ ആ ക്രിസ്ത്യൻസിന്റെ വാക്കുകൾ നടന്നല്ലോ, അതിന്റെ പേര് എന്തായിക്കോട്ടെ അതിന്റെ പേര് പറഞ്ഞത്, എന്റെ പേര് പറഞ്ഞല്ലേ? സിൽവർ ജൂബിലി. സിൽവർ ജൂബിലി സമ്മേളനം. ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. സമസ്തയുടെ 60ാം വാർഷികത്തിന്റെ പിന്നെ കൂലിയാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടൊക്കെ വത്തക്കള്ളവും ചായ സൽക്കാരം ഇല്ലേ? അല്ല, ആരെയാണ് സ്വീകരിച്ചത്? ഒരു വിജയി നേതാവിന്റെ പേര് പറയാം. ജമാഅത്തിന്റെ ആളുകൾ. ജമാഅത്തിന്റെ പേര് പറയാം. ആരിഫലി വന്നില്ലേ? ആരിഫലി വന്നിട്ടില്ല. ഏതായാലും വന്ന ഫോട്ടോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശക്തിയിൽ ഇതിൽ എത്തിയിട്ടില്ല. ഹബീബെ, ആരിഫലി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു ആരിഫലി വന്നിട്ടില്ല. വേറൊരാളെ പേര് നിങ്ങൾ പറയും. എന്താണ് ചോദിച്ചത്? അന്നിട്ട് എല്ലാവരുടെ പേരും മനപ്പാടമാക്കി വെക്കാൻ കഴിയാൻ ഒരുപാട് വന്നിട്ടുണ്ട്. ആ വന്ന് സ്വീകരിച്ച് ആദ്യം കോട്ടുമൽക്കാടും ദാവൂദിനെതിരെയും സ്വീകരിക്കുന്ന ഫോട്ടോ ഒരുപാടുണ്ട്. ശരി, ആയിക്കോട്ടെ, ആ പ്രശ്നമില്ല. നല്ലൊരു മറുപടിയാണ്, ഞാൻ സംഘടിപ്പിച്ചു തരാം. പിന്നെ നിങ്ങൾ പിന്നെ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ അതിന് മറുപടി തരാൻ, കാരണം നിങ്ങൾ ചില്ലറക്കാരനല്ല. നിങ്ങൾ സക്കാഫത്ത് സുന്നിയിൽ സക്കാഫി വിരുദ്ധത്തിന് വേണ്ടി പഠിക്കുന്ന ഒരു മൂല്യാരുട്ടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. ഇനിയിപ്പോ അടുത്ത പോയിന്റ്, മനുഷ്യന് മറവി ഉണ്ടാവും. സാറില്ല, നിങ്ങൾ പിന്നീട് പറഞ്ഞു തന്നാ മതി. അടുത്തത്
സമസ്തയുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ച മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുത്തൻവാദികൾക്ക് സലാം പറയരുത് എന്ന ഭാഗം നിങ്ങൾ വെട്ടി മാറ്റിയത് എന്തിന്? ഇതാണോ സമസ്ത നയം? ആദ്യം പേരുണ്ടോ എങ്ങനെ? ആദ്യകാലത്ത് ജമാഅത്ത് പിന്നെ വഹാബികൾ പോലത്തെ പുത്തൻവാദികൾക്ക് സലാം പറയരുത് എന്ന് വളരെ വ്യക്തമായിരുന്നു. അതെ, ഇപ്പൊ എന്താ ഉള്ളത്? പുത്തൻവാദികൾക്ക് മാത്രമല്ല, അല്ല, പുത്തൻവാദികൾക്ക് ജമാഅത്തും മുജാഹിദും പെടൂലേ? എന്താണ് സുഹൃത്തെ നിങ്ങളുടെ അല്ല വേണ്ട, അതിൽ പറഞ്ഞതുപോലെ മുജാഹിദ് ജമാഅത്ത് ഓക്കെ. സുഹൃത്തുക്കളെ, നിങ്ങൾ അവസാനം ഒരു 10-30 സെക്കൻഡ് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ചെറിയ ബീപ്പ് സൗണ്ട്. ബാലൻസ് തീർന്നാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ബാലൻസ് തീർന്ന് ഈ വിഷയം ഇവിടെ എത്തുമ്പോ കട്ടായി പോയിട്ടുണ്ട്. പിന്നെ മൂപ്പറ രാത്രി അത് രസകരമായ ബഹുമാനപ്പെട്ട മൊയ്തീൻ അസീർ ഉസ്താദ് അതിനേക്കാൾ രസകരമായ സംഭവ വികാസങ്ങൾ ഇനി വരുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ രാത്രി വിളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്, പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, എന്നിട്ട് പിറ്റേന്ന് ഒരു ഉച്ചയാനാകുമ്പോ കിട്ടി. മൂപ്പറ് കിട്ടി, നന്നായിട്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന് മൂപ്പറ് ഫോൺ എടുത്തിട്ട് ഞാനിപ്പം ആദ്യം ഒരിക്കൽ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഞാനിപ്പോ പിന്നെ താഴത്താളിൽ ഇവിടെ അത്ര റേഞ്ച് ഇല്ല, ഞാൻ മുകളിലേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഭാഗം ഒരു ചെറിയ അത് ഞങ്ങൾ കേൾപ്പിക്കുന്നില്ല. നാളെ അത് കട്ട് ചെയ്തെന്ന് പറയണ്ട, അതൊരു കോള് തന്നെയാണ്. ഒരു 30 സെക്കൻഡ് ഒരു കോളാണ്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ താഴത്താളുള്ളത്, നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്ക്, ഞാൻ മുകളിലേക്ക് വരും. അങ്ങനെ അദ്ദേഹത്തിന് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള സംസാരമാണ്. ആ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ അതിന്റെ ഇടയിൽ ഒരിക്കൽ പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ ആരാണ്, വിളിക്കുന്ന ആൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അപ്പോഴത്തേക്ക് ക്ലിപ്പൊക്കെ പുറത്തു പോയിരുന്നു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഈ ARCKP ആണ് ഇതെന്ന്. അല്ലെങ്കിലും നമ്മൾ കളവ് പറഞ്ഞിട്ടല്ല വിളിച്ചിന്. സൗദി അറേബ്യയിൽ അബ്ദുറഹ്മാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാ വിളിച്ചിന്. റിയാദിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഊരും പേരും അഡ്രസ്സും എല്ലാം പറഞ്ഞിട്ട് ഞാൻ വിളിച്ചത്. പക്ഷെ പിറ്റേന്ന് മൂപ്പർക്ക് വന്ന് മനസ്സിലായി ഇത് വിളിച്ചത് പിന്നെ ക്ലിപ്പാക്കാൻ തന്നെയാണ് എന്ന്. എന്തായാലും ARCKP വിളിച്ചല്ലേ, ഇപ്പൊ മിക്കവാറും AP വിഭാഗക്കാരനായ ഒരാളെ വിളിക്കുമ്പോൾ എന്തായാലും ക്ലിപ്പാക്കാനായിരിക്കും. അതായിരിക്കും വലിയ സംശയമൊന്നും വേണ്ടല്ലോ. അപ്പൊ വളരെ നല്ല രീതിയിൽ മൂപ്പരോട് ചോദിച്ചു, സംസാരിച്ചു. ആ കാര്യങ്ങളൊക്കെ ക്ലിപ്പാക്കിയ വിഷയമാണ്. ആ അദ്ദേഹത്തിന് അതിന് ശേഷം വിളിച്ച 1 മണിക്കൂറോളം വരുന്ന അതിൽ ഒരുപാട് പല വിഷയങ്ങളും വെറുതെ ചെറിയ പിന്നെ ഒരു ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും കട്ട് ചെയ്യാതെ നമ്മളതൊക്കെ കട്ട് ചെയ്ത് നല്ല ഭാഗങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇദ്ദേഹം ഇന്നലെ ഇട്ട ഒരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, വാട്സപ്പ് പോസ്റ്റ്, അതിൽ ഇദ്ദേഹം ഞങ്ങളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പ് വേറെ ആരെയോ വിളിച്ചിട്ടുണ്ടാക്കിയെന്നൊക്കെ പച്ച കളവ് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ യാതൊരു കട്ടിങ്ങും വെട്ടിങ്ങും നടത്തുന്നില്ല. എങ്ങനെയാണോ വിളിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾ കേൾപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, ഹബീബ് വണ്ടൂരോ അദ്ദേഹത്തിന്റെ അനുയായികളോ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ 1,00,000 രൂപ നിങ്ങൾക്ക് ഇനാമും ARCKP ഇന്നത്തോടുകൂടി ഈ പൊതുപ്രവർത്തനം നിർത്തുകയും ചെയ്യുമെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെയല്ല, അദ്ദേഹത്തിന്റെ അഡ്രസ്സൊക്കെ എടുത്ത് വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു സാധാരണ ഒരു ഡമ്മിനെ വിളിച്ചിട്ട് ക്ലിപ്പാക്കിയതാണെന്ന് പച്ച കളവ് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായിരുന്നാലും സക്കാഫി ബിരുദം കിട്ടാനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം ആ പോസ്റ്ററിൽ കൂടി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയാണ്, ഞാനിട്ട പിന്നെ പോയിന്റുകൾക്ക് ഞാൻ തന്നെ മറുപടി പറയുന്നത് ഉത്തരം മുട്ടുന്നത് പോലെ അതിൽ കാണുന്നുണ്ടല്ലോ, അത് ഞാനല്ലാന്ന്. ലോകത്ത് ആദ്യമായിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്. ആ ക്ലിപ്പിൽ സംസാരിച്ച ആള് ഞാനല്ലാന്ന്. എന്താ പഠിച്ചോനെ ചെയ്യാ? ഇത് തെളിയിച്ചാൽ 1,00,000 രൂപ തരുന്നാ പറഞ്ഞു. നിങ്ങൾ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തോളി. വെല്ലുവിളിയാണ് ARCKPന്റെ. നിങ്ങളല്ലാതെങ്കിൽ പിന്നെ നിങ്ങളുടെ അല്ലാത്ത ഒരു ക്ലിപ്പിന്റെ പേരിൽ നിങ്ങൾക്ക് എതിരെ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ വ്യക്തിഹത്യയാണെങ്കിൽ നിങ്ങൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. അതൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് 1,00,000 രൂപ ഇനാമും തരും. ഈ പരിപാടി ഞാൻ നിർത്തുകയും ചെയ്യും. ഞാന് നെറ്റിൽ നിന്നല്ല വിളിച്ചിനി, മൊബൈലിൽ നിന്ന് വ്യക്തമായ രേഖയോട് കൂടിയാണ് നിങ്ങളെ വിളിച്ചത്. ഫുൾ റെക്കോർഡ് ഇതിലുണ്ട്. നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളല്ലേ ഞാൻ. നിങ്ങൾ ഇതും പറയുന്നതിന് അപ്പുറം പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഫുൾ രേഖ, ടൈം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അതിലുണ്ട്. അതുകൊണ്ട് ആ പരിപാടി ഒന്നും നടക്കൂല സക്കാഫിക്കുട്ടിയെ. ഏതായിരുന്നാലും നിങ്ങൾ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് തന്നെ 3 നിമിഷം മാത്രം ബാക്കിയുണ്ട്.
പിന്നെ നമ്മൾക്ക് അടുത്ത ക്ലിപ്പ് ഇടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരമാവധി ആളുകൾ ഇൻവൈറ്റ് ചെയ്യുക. ഇത് 1 മണിക്കൂറോളം വരുന്ന ക്ലിപ്പായതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ നേരത്തെ പ്ലേ ചെയ്യിപ്പിച്ചതുപോലെ ഇനി ആരെങ്കിലും നാളെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാൻ കഴിയൂല. അത് നമ്മുടെ സുന്നി ഗാലറിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് മറ്റോ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഇതിന്റെ ക്ലിപ്പുകൾ ഇറങ്ങുമായിരിക്കും എന്ന് സാന്ദർഭികമായിട്ട് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. നമ്മുടെ സാദി ഉസ്താദ് മൈക്കിൽ വരുന്നുണ്ടോ? ഒരു 2-3 മിനിറ്റ് ബാക്കിയുണ്ട്. ഒരു 5 മിനിറ്റ് ഉസ്താദ് ഒരു 10 മിനിറ്റ് സംസാരിച്ചാലും പ്രശ്നമൊന്നുമില്ല. ബഹുമാനപ്പെട്ട സാദി ഉസ്താദ് നേരത്തെ മൈക്കിൽ വരുന്നെന്ന് പറഞ്ഞിരുന്നു. പിന്നെ മുഹമ്മദ് സാദി ഉസ്താദ് അദ്ദേഹം മൈക്കിൽ വരുന്നുണ്ടോ? അല്ല നമ്മൾ ക്ലിപ്പുമായിട്ട് മുന്നോട്ട് പോട്ടെ. നാട്ടിൽ നിന്നാണ്. അപ്പോ പിന്നെ മൂപ്പർക്ക് സമയം നമ്മളെ ക്ലിപ്പൊക്കെ കഴിയുമ്പോൾ ഒരുപാട് വൈകിയാണെങ്കിൽ മൂപ്പർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ, അതുകൊണ്ടാണ്. പിന്നെ മുഹീദ്ദീൻ അസീർ ഉസ്താദ് ഒന്ന് അറിയിക്കണം മൂപ്പർക്ക് മൈക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. പിന്നെ അഡ്മിന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മുടെ പ്രിയ സഹോദരന്മാരായ AP വിഭാഗക്കാർക്ക് മൈക്ക് ഡോട്ട് ഉണ്ടാകാൻ പാടില്ല. അവർക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് മൈക്കിലേക്ക് വന്നുകൊണ്ട് ചോദിക്കാവുന്നതാണ്. മൈക്ക് ഡോട്ട് ഒരാൾക്കും കൊടുക്കേണ്ടതില്ല. ആദിൽ വൺ റഹ്മാന് മൈക്ക് വേണോ? അദ്ദേഹം കൈപൊക്കി നിൽക്കുന്നുണ്ട്. ആദിൽ വൺ റഹ്മാന് മൈക്ക് വേണോ സുഹൃത്തെ? പ്രൊസീഡ് വിത്ത് ക്ലിപ്പ് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് സാദി ഉസ്താദും അസ്ഹരി ഉസ്താദും അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ക്ലിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 8:59 ആയിട്ടുണ്ട്. അവസാനമായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവസാനമായിട്ട് ആ നമ്പർ എങ്ങനെ അടിക്കണ്ട കേട്ടോ, പബ്ലിക്കിൽ അടിക്കണ്ട, ജാഫർ മന്നിയിൽ അങ്ങനെ അടിക്കണ്ട. എന്തിനാണ്? പാവ സാധുവാണ്. അതിനെ എല്ലാരും വിളിച്ചിട്ട് ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടോ സുഹൃത്തുക്കളെ. ഞങ്ങള് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ ഒരു കള്ള ആരോപണമായിട്ട് വാസ്തവ വിരുദ്ധമായിട്ടുള്ള 33 പോസ്റ്റുകൾ എല്ലായിടത്തും ഈ പോസ്റ്റ് ഇങ്ങനെ പ്രചരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം അതിൽ നമ്പറൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ചോദിച്ചു. അതൊരു പച്ച സാധുവാണ്, ഒന്നും അറിയാത്ത മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്ന് പറഞ്ഞ പോലെ അതിനൊന്നും അറിയില്ല. ഒരു പച്ച സാധു. അതിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇപ്പൊ ഈ 1 മണിക്കൂർ ക്ലിപ്പ് തന്നെ ഏകദേശം 11-12ാമത്തെ പോയിന്റിലേക്ക് എത്തുന്നത്രേ നമ്മൾ. ഇനിയും 10-20 പോയിന്റ് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാണ്, ഞാൻ ഇനി വിളിക്കുന്നില്ല കേട്ടോ. ചങ്ങനെ ശവത്തി കുത്താൻ പാടില്ലല്ലോ, ഒരു പാവാണ്. ഒരു പച്ച നിങ്ങൾ ഇന്നത്തെ ക്ലിപ്പ് കേട്ട ഇങ്ങനെ എന്ന് പറയും, മതി RCKP ഇനി വിളിക്കണ്ടെന്ന് പറയും. 13 മിനിറ്റിന്റെ ക്ലിപ്പ് തന്നെ മൂപ്പർ കേട്ടപ്പോ മൂപ്പർ പറയാണ് അത് ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 13 മിനിറ്റിലെ ക്ലിപ്പ് തന്നെ മൂപ്പർ കേട്ടപ്പോ മൂപ്പർക്ക് തന്നെ മനസ്സിലായി പഠിച്ചോനെ ഞാൻ എന്തൊക്കെയായി വിളിച്ചു പറഞ്ഞു. എന്നിട്ട് മൂപ്പർ പറയാണ് ഞാൻ പറഞ്ഞല്ല എന്ന്. നിങ്ങളത് തെളിയിച്ചാൽ നിങ്ങൾ പറഞ്ഞ പണിയെടുക്കും. അതോടൊപ്പം തന്നെ ഒരു വെല്ലുവിളി കൂടി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹബീബ് വണ്ടൂർ എന്ന് പറയുന്ന അടുത്ത വർഷം സക്കാഫിയായിട്ട് ഇറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്കൊരു ഓപ്ഷൻ കൂടി ഞാൻ തരുന്നു. ഇനി നിങ്ങൾക്ക് ആ 33 പോയിന്റുകൾ സംസാരിക്കാൻ നിങ്ങളുടെ ഇടതുഭാഗത്ത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും വലതുഭാഗത്ത് സാക്ഷാൽ നിങ്ങളുടെ നേതാവായ നിങ്ങളുടെ ഉസ്താദായ കാന്തപുരത്തിനെയും ഇരുത്തിക്കൊണ്ട് മുമ്പിലും പിന്നിലും വഹാബ് സക്കാഫിനെയും അല്ലാത്ത എല്ലാ തെറിവീരന്മാരെയും നിങ്ങൾ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ എനിക്ക് മിസ് കോൾ അടിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കണ്ട, നിങ്ങൾ എനിക്ക് മിസ് കോൾ അടിച്ചാൽ, കാരണം കുറച്ചൊക്കെ വിവരമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ കുടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിസ് കോൾ അടിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും എന്നറിയിക്കുന്നു. കാരണം നിങ്ങളൊരു പച്ച പാവാണ്, സാധുവാണ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ്. വടശ്ശേരി ആയിക്കോട്ടെ, ഏതാളായിക്കോട്ടെ, ആരെ നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇരുത്തിക്കോ, കിതാബ് മുന്നിൽ വെച്ചോ, എഴുതി വെച്ചോ, ഏതൊക്കെ ചോദ്യത്തിന് ഏതൊക്കെ മറുപടി പറയണം എല്ലാം റെഡി ആക്കിയിട്ട് മിസ് കോൾ അടിച്ചോളി, ഞാൻ വിളിക്കും. ഇനി ഈ സൂക്കേടുണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ, തട്ടിപ്പുകൾ, സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഈ പരിപാടികൾ ഇനി ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു ഏൽപ്പിക്കാരന് ഇങ്ങനത്തെ പരിപാടി കേൾക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ക്ലിപ്പുകൾ ഇട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ സമയം 9 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്ലിപ്പ് ഇടുകയാണ്. സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ സമയമില്ല. കാരണം ഒരുപാട് ക്ലിപ്പുകൾ ഇന്നുണ്ട്. ജിഷാൻ മാഹിന്റെ ഒരുപാട് പ്രസക്തമാകപ്പെട്ട ക്ലിപ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ് 9:01 ആയില്ലേ അല്ലേ നമ്മൾ പറഞ്ഞ സമയം? എന്റെ സമയം തെറ്റാണോ എന്നറിയില്ല. ഇനി ആരെങ്കിലും 9 മണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ തുടങ്ങിയെന്ന് പറയണ്ട. 9 മണിയായില്ലേ? കഴിഞ്ഞില്ലേ? പ്രൊസീഡ് അല്ലേ? പ്ലേ ചെയ്യിക്കട്ടെ. അമീർ നിങ്ങൾ സാഹിബ് എത്തിയോ? ഇൻഷാ അല്ലാഹ് 9:02 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ട്. അതൊക്കെ വിശദീകരിക്കാൻ പോലും കഴിയൂല. നിങ്ങൾ തന്നെ സ്വയം വിശദീകരിച്ചോട്ടോ. നിങ്ങൾ തന്നെ സ്വയം വിശദീകരിച്ചോളി. പിന്നെ ഇതിന്റെ ഈ ക്ലിപ്പ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ വിളിച്ചത് അതുപോലെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് റേഞ്ച് നഷ്ടപ്പെട്ടിട്ട് ചെറിയൊരു ക്ലിയർനെസ്
നിങ്ങൾ ക്ലിപ്പ് ഇടാൻ വേണ്ടിട്ട് വന്നാണോ? ക്ലിപ്പ് ഇടാൻ വേണ്ടിട്ട് വന്നാണോ? ഓക്കെ, എനിക്ക് ഞാൻ ഒരു PM വിടാട്ടെ. നിങ്ങൾക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോ എന്തെങ്കിലും സംസാരിക്കേണ്ട, എന്തെങ്കിലും വിശദീകരിക്കേണ്ട ആവശ്യം വന്നാലോ? നിങ്ങൾക്കൊരു നിങ്ങളെ PM ആക്സെപ്റ്റ് ചെയ്യുന്നില്ലോ, നിങ്ങൾ എനിക്കൊരു PM തരണം. നിങ്ങൾ എനിക്കൊരു PM തരണം. അബൂ ഹസൻ എനിക്കൊരു PM തരണം. ഞാൻ നിങ്ങൾക്ക് മൈക്ക് നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇനിയിപ്പോ അതിൽ മനസ്സിലാകാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വിശദീകരിക്കേണ്ടി വന്നാൽ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ് അബൂ ഹസന് വേണ്ടി. അദ്ദേഹം ആ ക്ലിപ്പിടും. ഫുൾ ക്ലിപ്പല്ലേ അബൂ ഹസൻ? 1 മണിക്കൂർ 4 മിനിറ്റ് 5 മിനിറ്റോട്ടുള്ള ഫുൾ ക്ലിപ്പല്ലേ അത് അബൂ ഹസൻ? ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരമാവധി അവരുടെ മെസ്സഞ്ചർ ലിസ്റ്റിലെ ആളുകളൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. വരുന്നവർ വന്നോട്ടെ, ആരെയും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അവരുടെ റൂമിലൊന്നും പോയിട്ട് തുരതുര മെസ്സേജുകൾ അടിച്ച് പരസ്യങ്ങൾ അടിച്ച് അവരൊന്നും ബുദ്ധിമുട്ടിക്കരുത്. വരുന്നവർ വന്നോട്ടെ, കേൾക്കുന്നവർ കേട്ടോട്ടെ, അത്രേ ഉള്ളൂ. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് പറയുന്നില്ല. മൈക്ക് റിലീസ് ചെയ്യും അബൂ ഹസന്. അസ്സലാമലൈക്കും. ഹബീബ് സാഹിബ് ഇന്നലെ വിളിച്ച അബ്ദുറഹ്മാനാണ്. തിരക്കൊക്കെ കഴിഞ്ഞോ? അബ്ദുറഹ്മാനാണല്ലേ? അതെ, തിരക്കൊക്കെ കഴിഞ്ഞോ? കട്ടാക്കി വണ്ടി ഇറക്കി. ഇന്നലെ കട്ടാക്കിയതല്ല, ഇന്നലെ മൊബൈലിലുള്ള ബാലൻസ് തീർന്നു പോയി. പിന്നെ അടുത്തൊന്നും സൂപ്പർ മാർക്കറ്റ് ഇല്ല ഇത് ബാലൻസ് കയറ്റാൻ വേണ്ടി. പിന്നെ ഞാൻ രാത്രി വിളിച്ചു. പിന്നെ ഞാൻ രാത്രി നിന്ന് വൈകി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ രാത്രി ഒഴിവാക്കി. വിശേഷം പ്രായത്തല്ലേ? ഇപ്പൊ ക്ലാസ് ഇല്ലേ? അപ്പോ റമദാന് ആയിട്ടില്ല. റമദാൻ മുമ്പേ കൂട്ടടിക്കും അല്ലേ? ഇനി എത്ര വർഷം ഇല്ല ഇവിടെ പഠിപ്പ് മർക്കസിൽ? 1 വർഷം കഴിഞ്ഞാൽ സക്കാഫിയായി. അതെ, മാഷാ അല്ലാഹ്. വേറെ വെച്ച് നാട്ടിൽ തന്നെ കൂടാനാ പ്ലാൻ? അല്ല ഗൾഫിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? ഗൾഫിലേക്കോ? മതപ്രബോധനത്തിന് ഉണ്ടാവുമ്പോടാ. അല്ല, അതിന് നാട്ടിൽ തന്നെ കൂടാനാണോ പിന്നെ ഭാവമല്ല? അതിനെല്ലാം ഗൾഫ് ഭാഗത്ത് നോക്കുന്നുണ്ടോന്ന്. ഗൾഫിലിപ്പോ ഒരുപാട് മതപ്രബോധനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഗൾഫില്, യൂറോപ്പ്. അബൂ ഹസൻ ഉസ്താദ് കുറച്ച് ശബ്ദം കുറവാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. എന്റേത് പിന്നെ ഒറിജിനൽ പിന്നെ ഇതായതുകൊണ്ട് ചിലപ്പോ കുറച്ച് ക്ലിയർ ഉണ്ടെങ്കിലോ. ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. അബൂ ഹസൻ ഉസ്താദ്, നിങ്ങളെ ശബ്ദം കുറച്ച് കുറവാണെന്ന് അവിടെ ടെക്സ്റ്റ് അടിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പ്ലേ ചെയ്യുക. ഇത് ഞാൻ പ്ലേ ചെയ്യിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റീരിയോ മിക്സ് മാറ്റണം. വീണ്ടും അത് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ വീണ്ടും സാധാ ഇതിലേക്ക് വരണം. അതുകൊണ്ടാണ്. ഏതായാലും ഞാൻ പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. അസ്സലാമലൈക്കും. ഹബീബ് സാഹിബ് ഇന്നലെ വിളിച്ച അബ്ദുറഹ്മാനാണ്. തിരക്കൊക്കെ കഴിഞ്ഞോ? അബ്ദുറഹ്മാനാണല്ലേ? അതെ, തിരക്കൊക്കെ കഴിഞ്ഞോ? കട്ടാക്കി വണ്ടി ഇറക്കി. ഇന്നലെ കട്ടാക്കിയതല്ല, ഇന്നലെ മൊബൈലിലുള്ള ബാലൻസ് തീർന്നു പോയി. പിന്നെ അടുത്തൊന്നും സൂപ്പർ മാർക്കറ്റ് ഇല്ല ഇത് ബാലൻസ് കയറ്റാൻ വേണ്ടി. പിന്നെ ഞാൻ രാത്രി വിളിച്ചു. പിന്നെ ഞാൻ രാത്രി നിന്ന് വൈകി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ രാത്രി ഒഴിവാക്കി. വിശേഷം പ്രായത്തല്ലേ? ഇപ്പൊ ക്ലാസ് ഇല്ലേ? അപ്പോ റമദാന് ആയിട്ടില്ല. റമദാൻ മുമ്പേ കൂട്ടടിക്കും അല്ലേ? ഇനി എത്ര വർഷം ഇല്ല ഇവിടെ പഠിപ്പ് മർക്കസിൽ? 1 വർഷം കഴിഞ്ഞാൽ സക്കാഫിയായി. അതെ, മാഷാ അല്ലാഹ്. വേറെ വെച്ച് നാട്ടിൽ തന്നെ കൂടാനാ പ്ലാൻ? അല്ല ഗൾഫിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? ഗൾഫിലേക്കോ? മതപ്രബോധനത്തിന് ഉണ്ടാവുമ്പോടാ.
അല്ല അതിന്റെ നാട്ടിൽ തന്നെ കൂടാനാണോ ഭാവമല്ല അതിനെല്ലാം ഗൾഫ് ഭാഗത്ത് നോക്കുന്നുണ്ടോന്ന്? ഗൾഫിൽ ഇപ്പൊ ഒരുപാട് പ്രബോധനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഗൾഫില് യൂറോപ്പില് എന്റെ അടുത്തുണ്ടല്ലോ. അതിനൊക്കെ അപ്രസ്താവമായി മുന്നോട്ടുള്ള പ്രയാണങ്ങൾ ഉണ്ടാവും. പിന്നെ എന്നാ പിന്നെ നമ്മൾ ചോദ്യത്തിലേക്ക് എടുക്കണം. അതെ, ഇന്നലെ നാലാമത്തെ ചോദ്യത്തിനെടുത്താൽ നിന്ന് ഏതൊരു ആളുകളുടെ മുന്നേ മുന്നിലും നമ്മള് തെറ്റില്ല. ഇന്നലെ 4 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മുന്നിലുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് വിട്ടിട്ടുണ്ട്. ഇല്ല, ഇന്നലെ 4 ചോദ്യം ചോദിച്ചു. 5ാമത്തെ ചോദ്യം സമസ്തയുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച മുജാഹിദ് ജമാഅത്ത് അവിടെ എത്തി. അല്ല, പിന്നെ 2ാമത്തത് അന്ധമായ അസൂയ വിഷയം. 3ാമത്തെ ബിദഈക്ക് ഓണപ്പറമ്പ് അച്ചടിച്ചു വെച്ചിട്ടില്ലല്ലോ. ഓണപ്പറമ്പ് നിങ്ങള് പിന്നെ ഇല്ല, പള്ളിയും മദർസയും തകർക്കലും ഖുർആൻ കത്തിക്കലും പോസ്റ്റ് കീറലും സംസ്ഥയുടെ സ്ഥാപിത ലക്ഷ്യമാണോ എന്ന് എഴുതിയിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ എവിടെയാണ് ഈ പള്ളി തകർത്തെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആദ്യം ഓണം പള്ളി എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ തെറ്റതാണ് ഓണപ്പറമ്പാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു പിന്നെ പള്ളി അവിടെ എവിടെയാണെങ്കിലും തകർത്തിട്ടുണ്ട്. ഏത് അത് പ്രശ്നമില്ല. ഞാനൊക്കെ നിങ്ങളെക്കാളും അറിയാണ്, എനിക്ക് നിങ്ങളെക്കാളും അറിയാം, എനിക്ക് ഭയങ്കര അറിയാണ്. അങ്ങനെ വിഷയമല്ലോ ആ പള്ളിന്റെ ആ വിഷയം ഓണപ്പറമ്പ് അല്ല എന്ന് മനസ്സിലപ്പെട്ട് ഞാൻ കണ്ടതാവോണ്ട് വിശ്വസിച്ചു. പക്ഷെ പേപ്പറിൽ വന്നതാവോണ്ട് അത് ഓണസ്ഥലത്തായിരിക്കുന്ന എന്റെ ഓർമ്മ. ആയിക്കോട്ടെ, അത് പിന്നീട് നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം അന്ധമായ അസൂയ കൊണ്ട് മാത്രം എന്തിനിങ്ങനെ ആഖിറം മോശമാക്കുന്നു എന്നല്ല. അത് നമ്മൾ ആയിക്കോട്ടെ. ഹസ്രജിന്റെ അടുത്ത് നാട് എന്താണ് അറിയപ്പെട്ടതാണ്, അമ്പലക്കോട് പറഞ്ഞിട്ട് അതേ ഹസ്രജ് മസ്ജിദിൽ വന്നുകൊണ്ട് പറഞ്ഞു ക്ഷേത്രത്തിലേക്കൊന്ന് കൈമാറുന്നു. പിന്നെ അതെന്തായാലും ആയിക്കോട്ടെ ഇത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മളിപ്പോ എനിക്കിപ്പോ ഒരാള് എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോ ഒരാള് പിന്നെ ഒരു തിരികേശം തരുന്നു, മറ്റേ ആള് 3 തിരികേശം അല്ലെങ്കിൽ 4 തിരികേശം തരുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ കടപ്പാടും കൂടുതൽ മുഹബത്തും ഈ 4 തന്നാളോട് കടടാ ഉണ്ടാവുക. അപ്പൊ അതേപോലെ തന്നെ മർക്കസില് പിന്നെ ഈ ഹദറജി എന്ന് പറയുന്ന ആള് ഇപ്പം കൊടുത്തതാണ്, അദ്ദേഹം 1 മുടിയെ കൊടുത്തിട്ടുള്ളൂ. അതേ സമയത്ത് ജാലിയവാല 4 മുടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജാലിയവാലന്റെ കഴിഞ്ഞിട്ട് അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു 40 അവിടെയുള്ള ഒരുപാട് പള്ളികളുടെ കാതിയാണെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ അതിന് പിന്മാറി. പിന്നറിയില്ല, അതിന് എന്റെ അറിവ്, കാരണം എന്റെ അറിവ് എനിക്കൾക്ക് അറിവ് അങ്ങനെയാണ്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സാറില്ല, നിങ്ങൾക്ക് എവിടുന്ന അറിവ് കിട്ടിയത്? നിങ്ങൾക്ക് എവിടുന്ന അറിവ് കിട്ടിയത് പറഞ്ഞാൽ മതി. അറിവ് പറഞ്ഞാൽ ഞങ്ങൾ സംഘടന പ്രവർത്തകര് അല്ല, അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചു, ഇപ്പൊ എന്നോട് നിങ്ങൾക്ക് എവിടുന്ന് ഈ അറിവ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്റെ ഇന്ന് ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ട്, അല്ലെങ്കിൽ ഇന്ന പുസ്തകത്തിൽ എഴുതി വായിച്ചു, അല്ലെങ്കിൽ ഇന്നടുത്ത് ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടു, ഇങ്ങനെ പറയുമല്ലോ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങളോട് ആരാണ് ഇദ്ദേഹം അവിടെയുള്ള ഒരുപാട് പിന്നെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് അസ്വലിയാണ്. അദ്ദേഹം ഇപ്പൊ വാക്ക് മാറുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ല. നൗഷാദ് എസിനെയാണ് നൗഷാദ് എസിനെ അങ്ങനെ പറഞ്ഞു, അയാൾ ഒരുപാട് മാലിന്റെ കാവ്യാണെന്ന് പറഞ്ഞോ? അതും അദ്ദേഹം തിരുവല്ല സംവാദമല്ല അവിടെ വെച്ചിട്ട് നൗഷാദ് എസിന് പറഞ്ഞു ഇദ്ദേഹം ഒരുപാട് മാലിന്റെ കാവ്യം എന്ന് പറഞ്ഞോ? അപ്പൊ നൗഷാദിന് പറഞ്ഞിട്ടുണ്ട്, വേറെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല. നൗഷാദിന് പറഞ്ഞത് ഞാൻ കേട്ടത് പല സുഹൃത്തുക്കൾ പറയാൻ സാധിച്ചു. ആ സുഹൃത്തുക്കൾ നൗഷാദ് അൻസറിയുടെ ഭാഷണം കേട്ടാണോ വേറെ പ്രശ്നം? നൗഷാദ് എസിന് അദ്ദേഹം കാവ്യാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ അൻവരിയും ഒക്കെ അവിടെ പോയിട്ടുണ്ട്. അതെ, നൗഷാദ് എസിനെയും പോയിട്ടുണ്ട്, അൻവരിയും പോയിട്ടുണ്ട്, രാമന്തളിയും പോയിട്ടുണ്ട്, ജിസാൻ മാഹിയും പോയിട്ടുണ്ട്, അബ്ദുൽ നസീർ അൻവരിയും പോയിട്ടുണ്ട്, അബ്ദുൽ നസീർ അദ്ഹരിയും പോയിട്ടുണ്ട്, ഇവരൊക്കെ പോയിട്ടുണ്ട്. ഏതേത് ദുഹരി പോയിട്ടുണ്ടോന്ന് അറിയില്ല, ദുഹരി പോയിട്ടുണ്ടോന്ന് അറിയില്ല. ദുഹരി പോകാൻ ചാൻസ് അദ്ദേഹത്തിന്റെ നിങ്ങളെ സുഹൃത്തിനെ എന്താ അദ്ദേഹത്തിന്റെ കണ്ടത്? എന്റെ സുഹൃത്ത്
സുഹൃത്തോടെ വേണ്ടാത്തത് കണ്ടിരുന്നല്ല. വേണ്ടാത്തത് കണ്ടു എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞോ അവനെ വേണ്ടാത്തത് കണ്ടു? അപ്പൊ സുഹൃത്തോടെ പോയിരുന്നു, സുഹൃത്ത് അവിടെ പോയിരുന്നു. അദ്ദേഹം കാവ്യൊന്നുമല്ല, അദ്ദേഹം അവിടെയുള്ള ഒരു ആക്രി കച്ചവടക്കാരൻ. അതായത് നമ്മൾ ഈ നാട്ടിലൊക്കെ കോഴിക്കോടൊക്കെ നമ്മൾ ഈ പഴയ സാധനങ്ങൾ, അതായത് പഴയ നാണയം, പഴയ പിന്നെ പിച്ചുള്ള പാത്രങ്ങൾ, ഇങ്ങനെയൊക്കെ വിൽക്കുന്ന കോഴിക്കോട് നമ്മൾ ചില ഏരിയയിലൊക്കെ കാണാം. അങ്ങനെയല്ല, അങ്ങനെയുള്ള ഒരു ആക്രി കച്ചവടക്കാരൻ. പല വിഷയങ്ങളിലേക്ക് നമുക്ക് അങ്ങനെ അന്ധമായി ചിന്തിക്കാൻ പറ്റില്ല. ആരും അവിടെ പോയാല് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവും. ഈ വ്യക്തിത്വം അങ്ങനത്തെ വിശ്വാസം നമുക്ക് അറിയണം. അല്ല, അത് പ്രശ്നമില്ല. എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആളുകൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പക്ഷെ അത് വിശ്വാസത്തിലാണ് അവിടെ വർക്കത്തെടുക്കുന്നുണ്ട്. അത് വേറൊരു പഴയ കാറ്റിന്റെ ആൾക്ക് വിശ്വത്തിലാണ് കഴിയുന്നത്. അവിടെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ വിശ്വസ്തരാണ് എന്നുള്ളത് എന്താണ് തെളിവ്? അവളെ ആളുകൾ വർക്കത്തെടുക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ശുഭ്രത്തന്നെ. അല്ല, ബർക്കത്തെടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് വിശ്വസിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആലുവ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഉണ്ടല്ലോ, യൂസുഫ് സുൽത്താന്റെ അടുത്ത് മുടിയുണ്ട്, അയാളുടെ കുറെ അനുയായികൾ അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം വിശ്വസിക്കണം. അല്ല, രണ്ട് സമസ്ത എതിർത്തോട്ടെ, അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ എതിർക്കുന്നില്ലല്ലോ. അവിടെ കളിക്കുന്ന തെളിയിച്ച് ഒരിക്കലും ഈ കിട്ടാനൊക്കെ അങ്ങനെ വാങ്ങുമോ? അതിപ്പോ അതല്ലേ നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഉസ്താദല്ലേ എ പി ഉസ്താദ്, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് ചിലപ്പോൾ എ പി ഉസ്താദിനെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എ പി ഉസ്താദ് തന്നെ കള്ളത്തരം കാണിച്ചായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നേ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. അതിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തട്ടിപ്പുകാരനായില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എ പി ഉസ്താദിനെ പറ്റിച്ചതാകാം, ഓപ്ഷൻ ഉണ്ട്. വ്യക്തമായ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. പോട്ടെ, അത് പോട്ടെ. അപ്പൊ മൂന്നാമത്തേക്ക് പോട്ടെ. മൂന്നാമത്തെ നമ്മൾ സംസാരിച്ചതാണ് വിജയികൾക്ക് ചായ സൽക്കാരവും പിന്നെ സർക്കാർ നടത്തലും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ലേഖനം എഴുതലും സമസ്തയുടെ പാരമ്പര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു കൂരിയാട് സമ്മേളനത്തില് പിന്നെ ആരിഫ് അലി വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് പേര് ഓർമ്മയില്ല, ഞാൻ നോക്കി. നിങ്ങൾ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിക്കാരാ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പേര് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു കാരണം ഇപ്പോഴും എന്റെ മനസ്സിൽ നാലഞ്ച് ആൾക്കാർ പിന്നെ കോട്ടുമാണ്ടി അമ്പലക്കടവിന്റെ സർക്കാർ കമ്പനിയുടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ എന്റെ മനസ്സിലുണ്ട്. ഈ വർഷത്തിൽ ആയിക്കോട്ടെ. നാലഞ്ച് ആൾക്കാരിൽ ഒരാളെ പേര് പറയാൻ പറ്റുമോ? അതിൽ നിൽക്കുന്ന ഫോട്ടോ വെച്ചാലുണ്ട്, സംശയമല്ല. മഹാവിദ്യുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. ഈ നമ്പറാണ് വാട്സപ്പ് നമ്പർ. പ്രശ്നമില്ലാന്ന്. നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് കിട്ടുന്നത് അന്നേരം നിങ്ങൾ എന്റെ ഇതേ നമ്പർ വാട്സപ്പാണ്, ഈ വാട്സപ്പിൽ അയച്ചെന്നാലും മതി. പിന്നെ അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഒരു ഈ വിഷയത്തിൽ ഒന്നുകൂടി അല്ല ഞാൻ പറയാ അബീബ, ഞാൻ അതിന് മറുപടി പറയാം. നമ്മൾ ഈ വിഷയം കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പ് ഒരു ചോദ്യം, എനിക്ക് ചെറിയൊരു സംശയം ചോദിക്കാനുള്ളത്. നമുക്ക് നമ്മളെ ഈ ജാക്കിർ നായിക്കിനെ അറിയോ? അറിയാലോ. അയാൾ സുന്നിയാണോ പിന്നെ ബിദഈക്കാരനാണോ? അദ്ദേഹം ഒരുപാട് അപ്പം ബിദഈയിൽ പെടുത്താം നമുക്ക്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ബിദഈ പ്രസ്ഥാനക്കാരന് പെടുത്താം. ഒരു മിനിറ്റ് അല്ല, ഒരു മിനിറ്റ് ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. എന്നാൽ നിങ്ങളുടെ മുഷാവറ അംഗം കൂടിയായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പുതിയാപ്പള കൂടിയായ സീഫൈസി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ വന്നതുമാണ്. അതിന് അദ്ദേഹം പിന്നെ വ്യാഖ്യാനം നൽകുകയും ചെയ്തു. എന്താണ് ചെയ്തെന്നറിയാം? ജാക്കിർ നായിക്ക് ഒരു സലഫിയാണെന്നൊന്നും പറയാൻ പറ്റൂല. അദ്ദേഹം സ്ത്രീകൾ പള്ളിയിൽ പോകണ്ട എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ ആ തെളിവ് ഹാജരാക്കുന്നതാണ്.
ഞാനിപ്പോ എന്തെങ്കിലും അങ്ങോട്ട് അയക്കാമല്ലോ, അങ്ങോട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞാൽ കാരണം എന്റെ കയ്യിലുള്ള സാധനം ഞാൻ അയച്ചു ഇൻഷാ അല്ലാഹ്. ഓ കഴിഞ്ഞു. എന്റെ കയ്യിലുള്ള സാധനം നടക്കുന്ന കാലമാണ്, അതുകൊണ്ട് എന്തുണ്ടാക്കാം. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് അതിവേ ഒറ്റ മിനിറ്റ്. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണോ? ഇത് തന്നെയാണ്. ഓക്കെ. ഈ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഒരുപാട് കമ്പ്യൂട്ടർ വർക്ക് നടക്കുന്ന കാലമാണ്, ചിലപ്പം പിന്നെ ഫോട്ടോഷോപ്പിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കാം എന്നുള്ള നിങ്ങളുടെ സംശയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പണി ഞാൻ എടുക്കും. പോരെ? ഈ ഫോട്ടോ അങ്ങനെയാണെങ്കിൽ ഏത് ജാക്കിർ നായിക് അതുണ്ട്. ഒരുപാട് വ്യാജ ഫോട്ടോകളും വ്യാജ പിന്നെ ഇതുകളും മറ്റൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അന്ധമായി എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് വിജയാഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായ പ്രഭാവം പറഞ്ഞത്. ആയിക്കോട്ടെ, അല്ല അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വേറെ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങളത് പറഞ്ഞു. പിന്നെ ഏകദേശം എപിക്കാർക്കൊക്കെ ആ നിലപാടുമാണ്. എന്നാൽ C5 പറയുന്നു അദ്ദേഹം സലഫിയൊന്നുമല്ല, അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നൊക്കെ കൈയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ്. 3 ആളുകളുണ്ട്. മൂന്നാമത്തെ ആളെ പേര് എനിക്കറിയില്ല കേട്ടോ. ഒന്ന് ജാക്കിർ നായിക്, 2 C5, ഒന്ന് C5ന്റെ സഹായിയാണെന്ന് തോന്നുന്നു. പക്ഷെ അയാളുടെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഫോട്ടോ അയച്ചത് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഞാൻ ഫോട്ടോ അയച്ചെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആയിക്കോട്ടെ. പിന്നെ ഏതേത് സമസ്തക്കെതിരെ പ്രബോധനത്തിൽ ബഹാവുദ്ദീൻ ഉസ്താദ് എഴുതിയോ? ഏത് സമസ്തക്കെതിരെ? സമസ്തകേരള ജമീയത്തുലമക്കെതിരെയോ? നിങ്ങൾ ഏതെങ്കിലും ഒന്നിനും ഉറച്ചു വെക്കും. നിങ്ങൾ ആദ്യം പറഞ്ഞത് സമസ്തക്കെതിരെയെന്ന്, ഇപ്പം പറഞ്ഞത് തിരികേശത്തിനെതിരെയെന്ന്. സമസ്തക്കെതിരെ സമസ്ത തിരികേശം കൊണ്ടുവന്നില്ല. എപ്പോ സമസ്ത തിരികേശം കൊണ്ടുവന്നത്? മറ്റേ യൂട്യൂബ് പറയണ്ട ഇവിടെ യഥാർത്ഥ സമസ്യ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സുലൈമാൻ മുസ്ലിയാർ പ്രസിഡന്റും അതുപോലെ തന്നെ പിന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഏറ്റവും മുസ്ലിയാർ ഇത് ഒരു മിനിറ്റ് പറയാൻ അനുവദിക്ക്. ആയിക്കോട്ടെ, നമ്മളത് എതിർത്തിട്ടൊന്നുമില്ല. ഒരു സംശയം ചോദിച്ചാണ്. നിങ്ങൾ അതിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ആ സംഘടനയുടെ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ എന്നല്ലേ അതിന്റെ പേര്? നിങ്ങൾ പറയും. അഖിലേന്ത്യന്റെ പ്രസിഡന്റ് ആരാ? അഖിലേന്ത്യന്റെ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫുദ്ദീൻ അഷ്റഫി എന്നാണെന്നല്ലോ. അടുത്തൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതിനൊക്കെ മറന്നിയാണ് എന്റെ പേര്. അതിന്റെ പോസ്റ്റ് ഓർമ്മയില്ലെങ്കിൽ സാരില്ല. എന്തായിരുന്നാലും നിങ്ങൾ ഈ പറയപ്പെട്ട അതിന്റെ പ്രസിഡന്റ് അറിയിച്ചിട്ടാണ് സെക്രട്ടറി ഓർമ്മമാണ്. ആയിക്കോട്ടെ, അതിന്റെ ഓക്കെ, അത് അഖിലേന്ത്യ പോട്ടെ. അഖിലേന്ത്യ സംസ്ഥാന തലത്തിലുള്ള നിങ്ങളുടെ സംഘടനയുടെ പേരെന്താണ്? ഒരു മിനിറ്റ്, നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ? രജിസ്ട്രേഷനോ അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഏതൊരു ഒറിജിനൽ സംഘടനയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇതുവരെയുള്ള ആ സംഘടന ഇന്നുവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ പിന്നെ എന്റെ സുഹൃത്തെ, അപ്പൊ അത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളൊരു പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട്, നിങ്ങൾ സക്കാഫി ബിരുദത്തിന് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട്, കുറച്ചൊക്കെ വിവരമുള്ള കുട്ടിയായതുകൊണ്ട് ചോദിക്കാണ്. നമ്മളിപ്പോ ഏതൊരു സംഘടനയും ചോദിക്കുന്നു. നിങ്ങൾ ഇപ്പം എന്ത് സംഘടനയും ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങളുടെ സംഘടന എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ സംഘടന ഇപ്പൊ എന്ത് പേരാണെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ.
അതന്നെ നിങ്ങളോട് ചോദിക്കുന്നത്. ഏതൊരു സംഘടന, ഇപ്പം സംസ്ഥാനക്കാരായിക്കോട്ടെ, KNM മുജാഹിദ് ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, AP വിഭാഗക്കാരായിക്കോട്ടെ, ആരായിരുന്നാലും അവരുടെ സംഘടന രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിരിക്കണം, ഏത് സംഘടനയാലും ശരി. അപ്പൊ നിങ്ങളുടെ സംഘടന ഒരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. രജിസ്റ്റർ ചെയ്ത പേര് എന്ത് പേരാണെങ്കിലും സമസ്തന്റെ ആദർശം അത് കൊണ്ടു നടക്കുന്ന ഉസ്താദിന്റെ ആ നടക്കുന്ന സമസ്തയാണ് എന്നതാണ്. അതിനാണ് എന്നാ പിന്നെ അത് വിട്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, കാരണം നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, സാരമില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പറയുന്ന ഈ സംഘടന എപ്പോഴാണ് രൂപം കൊണ്ടത്? നിങ്ങൾ ഈ പറയുന്ന സംഘടന എപ്പോഴാണ്, ഏത് വർഷമാണ്? എന്റെ സുഹൃത്തെ, അല്ല, അടുത്ത ചോദ്യം അതിൽ തന്നെയുള്ള ചോദ്യം. നിങ്ങൾ ഈ പറയപ്പെടുന്ന സംഘടന ഏത് വർഷമാണ് രൂപം കൊണ്ടത്? വർഷ രൂപീകരിച്ചത് തന്നെ 1989 ജില്ലക്കുണ്ടായിരുന്ന വേഷം തന്നെയാണ്. കാരണം ഉല്ലാസങ്ങൾ ഇറങ്ങിപ്പോകുന്നല്ലോ, അതിനുശേഷം തന്നെ ആയിരിക്കും നമുക്ക് ഈ സമസ്തയുടെ പുനരാരംഭം. ആരംഭമല്ല, പുനരാരംഭം. ശരി, വിഭജിച്ചതിന് ശേഷമുള്ളതായ സമാരംഭം ആയിക്കോട്ടെ. അത് എപ്പോഴായിരിക്കും? മിക്കവാറും 89 തന്നെ ആയിരിക്കില്ല അല്ലേ? 89 അല്ലെങ്കിൽ 90? ആണല്ലോ, 89 തന്നെ. അതെ, 89 തന്നെ. അപ്പോ പിന്നെ യഥാർത്ഥ സമസ്ത എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ പ്രസിഡന്റ് മഹാനായ കണ്യത്ത് ഉസ്താദും ഷംസുൽ ഉലമയുമാണ്. ഇവർ രണ്ടാളെയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അവരെ അന്നും അംഗീകരിച്ചത് തന്നെയാണ്. അവരെ അങ്ങനെ എതിർത്തിട്ടില്ല. അവസാന കാലഘട്ടത്തിൽ ഹബീബെ, ഞാൻ AP ഉസ്താദ് അംഗീകരിക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്, ഹബീബ് അംഗീകരിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഹബീബ് ബണ്ടൂര് കണ്യത്ത് ഉസ്താദിനെയും ഷംസുലമനെയും അംഗീകരിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം ഹബീബെ, ചെറിയ സംശയമാണ്. കണ്യത്ത് ഉസ്താദ് 89, 90, 91, 92, 93 കാലങ്ങളിലൊക്കെ ജീവിച്ചിട്ടുമുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് തുടർന്നിട്ടുമുണ്ട്. ഷംസുൽ ഉലമയും അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് 89, 90, 92, 93, 94 ഒക്കെ ജീവിച്ചിട്ടുമുണ്ട്. അവർ ആ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രാചീനമാറ്റങ്ങളോട് വിശ്വാസത്തോട് നിങ്ങളെ കൂടിയ വന്നിട്ടില്ലേ 10 ഉല്ലാസങ്ങൾ പൊട്ടിക്കുക. ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ? എനിക്ക് അതിന് ചെറിയ സംശയം കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞത് കണ്യത്ത് ഉസ്താദ് ഷംസുൽ ഉലമയും തന്നെയാണ് അന്ന് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത്, പക്ഷെ നിയന്ത്രിച്ചത് വാലുകളാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉല്ലാസങ്ങളോടും ഇക്കാലത്ത് ഈ വിഷയം പറയണമെങ്കിൽ കല്യാണ എന്താ സംഭവം അറിയുന്നില്ല. അദ്ദേഹത്തിന് വാർദ്ധക്യമായ അസുഖിത്വമായിരുന്നോ? അസുഖത്തിനായ ഒരു അഭിപ്രായം അതീവ കണ്ണിത്ത് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പം കിട്ടുന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹം തിരാന്തി നമ്മൾ അറിയില്ല. ഒരാൾക്ക് ഒന്ന് തിരിയുന്നില്ല എന്ന് പറയുമ്പോൾ അസും തിത്തുന്നാണ് നമ്മളൊക്കെ പറയല്. ഒരാൾക്ക് ഒന്നും തിരിയുന്നില്ല, പറഞ്ഞാലും തിരിയുന്നില്ല, ഒന്നും ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്നല്ലാണ്ട് ഒന്നും തിരിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? ഉള്ളാളത്തോട് പറഞ്ഞു നിങ്ങളുടെ കൂടെയാണെന്ന്. അതിന് കുഞ്ഞുമോൻ മകൻ സാക്ഷിയാണ്. അതുകൊണ്ട് മകൻ വീട്ടിലേക്ക് വന്നത് തെറ്റിദ്ധാരണയിലേക്ക് എല്ലാം പറയാമോ? ഒരു മിനിറ്റ്, ഈ മകൻ എന്ന് പറയുന്ന കുഞ്ഞുമോൻ മുസ്ലിയാർ ഹബീബെ, ഈ കുഞ്ഞുമോൻ മുസ്ലിയാർ കാന്തപുരം കേരള യാത്ര നടത്തുമ്പോൾ അതിന്റെ പിന്നാലെ ഹമീദ് ഫൈസിസ്ഥാന്റെ വിമോചന യാത്രയിൽ പങ്കെടുത്ത ആളാണ് ഈ കുഞ്ഞുമോൻ മുസ്ലിയാർ. ഒന്ന്. രണ്ടാമത്, ഈ കുഞ്ഞുമോൻ മുസ്ലിയാരെ കുറിച്ച് നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള സഖാഫി പ്രസംഗിച്ചത് എന്താന്ന് പറഞ്ഞാൽ പൈസ കൊടുത്താൽ ആർക്ക് വേണ്ടിയും പ്രസംഗിക്കുന്ന ഒരാളാണ് കുഞ്ഞുമോൻ മുസ്ലിയാർ. BJP-ക്കാർ പൈസ കൊടുത്താൽ അവർക്ക് വേണ്ടിയും സംസാരിക്കുന്ന ഒരാളാണ് കുഞ്ഞുമോൻ മുസ്ലിയാർ എന്ന് ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങളുടെ സഖാഫിയാണ് പറഞ്ഞത്. ഏത് അങ്ങനെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിച്ച് തന്നാൽ നിങ്ങൾ സമ്മതിക്കോ? പൈസ ആകർഷം കൊണ്ടാണ് മനസ്സിലാക്കിയ ഉല്ലാസങ്ങൾ ആ വാക്ക് ഉല്ലാസങ്ങളോട് കല്യാണ വാക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഇത്രനാൾ ഇങ്ങനെയാണെങ്കിൽ
കന്യത്ത് ഉസ്താദ് വഫാത്തിട്ട് ഇത്ര നാൾ ഈ കുഞ്ഞുമോൻ മുസ്ലിയാർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ മൂത്രമൊക്കെ കൊണ്ടു നടന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു പുതുതായിട്ടൊരു പൊട്ടിത്തെറി. എല്ലാവർക്കും അപ്പൊ കുഞ്ഞുമോൻ മുസ്ലിയാർക്ക് ഇതുവരെ ഹിദായത്ത് ഉണ്ടായിട്ടില്ല നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സാരോഭാഗത്ത് നിഷേധിക്കുന്ന ഒരു വിഷയത്തിൽ വലിയ ഹിദായത്തിനാണ് അത് നഷ്ടപ്പെടുന്നത് അല്ലേ? അത് ഷെയർ മുബാറക്കിന്റെ ചോദ്യം അല്ല, ഷെയർ മുബാറക്ക് ഒരു വാക്കുകളെ മുന്തിയിട്ടില്ല. മുന്തിയാണ് അവർക്കൊക്കെ സ്ഥാനമാണ്. അവരുടെ ഗ്രാമത്തിന്റെ സ്ഥാനം പോലുമില്ലാതെ നിങ്ങൾക്ക് എന്ത് വേണ്ടി കേട്ടില്ല. ഒരു മിനിറ്റ് ഹബീബ് സഹകരിക്കുന്നത് നന്നായിരുന്നു. 33 ചോദ്യങ്ങളും നമുക്ക് നിങ്ങളുടെ ഈ ഷെയർ മുബാറക്ക് എന്ന് നിങ്ങൾ പറയുന്ന യഥാർത്ഥത്തിൽ ബോംബെയിൽ നിന്ന് കിട്ടിയ ആ മുടിന്റെ വിഷയം നമ്മൾ ഈ 33 അവസാന ഭാഗത്ത് വരുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒന്നരപാട് കുലുമാലാവും. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തത് ആയിക്കോട്ടെ. ഇനിയിപ്പോ 6ാമത്തെ ചോദ്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക അടുപ്പമില്ലാതെ സമസ്തയെ സഹായിക്കുന്നവരെ സഹായിക്കുക എന്ന പ്രമേയം കാറ്റിൽ പറത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടികളായി നീങ്ങിയത് യഥാർത്ഥ സമസ്തയോ? ഇതിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടിയായി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏതെങ്കിലും പണ്ഡിതരെ കുറിച്ചല്ല. നിങ്ങളിത് പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടിയായി നീങ്ങിയത് യഥാർത്ഥ സമസ്തയോ? ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പാർട്ടിയാണ് ഉദ്ദേശിച്ചത്? മുസ്ലിം ലീഗാണോ? സക്കാഫിസ്താദെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങളിവിടെ വളരെ വ്യക്തമായിട്ട് 6ാമത്തെ പോയിന്റ് എഴുതിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടികളായി നീങ്ങിയത് യഥാർത്ഥ സമസ്തയോ? രാഷ്ട്രീയ പാർട്ടിയുടെ എന്ന് പറയുമ്പോ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? മുസ്ലിം ലീഗാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ഓക്കെ, ഒറ്റ മിനിറ്റ്. അതിന് ഞങ്ങൾ വോട്ട് കൊടുത്തുകൊണ്ടാണ് ലീഗിന് 20 സീറ്റ് കിട്ടിയത്. ഇപ്പൊ ഏതേത് അതിനൊക്കെ ലീഗിനെ സംബന്ധിച്ചാണ്, ലീഗിനെ നേതാക്കളെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് ശ്രീകാന്തപുരത്തിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വോട്ടെടുത്തുകൊണ്ടാണ് ലീഗിന് 20 സീറ്റ് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ചില സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ സഹായിച്ചവരുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ ലീഗാനെ സഹായിച്ചു, ലീഗാനെ സഹായിച്ചു, നമ്മൾ അവിടെ തന്നെ ലീഗാനെ ഇപ്പൊ ലീഗാനെ നോക്കാം, ലീഗ് മെമ്പർ കാരണം സഹായം മറ്റൊരു വിജയമായി പോയി. പക്ഷെ നിങ്ങളൊരു കാര്യം മറന്നു, നിങ്ങൾ കുഞ്ഞുനെ കുത്തിക്കൊന്ന ആളുകളാണ് ലീഗുകാർ എന്ന് നിങ്ങൾ പറഞ്ഞു നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കത്തി കൊണ്ട് കുത്തിയവനെ പേന കൊണ്ട് ഞങ്ങൾ പകരം ചോദിക്കുന്നൊക്കെ പറഞ്ഞ ലീഗുകാരെ. അതൊക്കെ ആ കാലത്ത് അതായത് ഓരോ കാലത്തോട്ട് നിങ്ങൾ മാറും, സഹായിക്കണമോ മാറിയത്. അപ്പൊ അങ്ങനെ നിങ്ങളിപ്പം പിന്നെ ഇടതുപക്ഷം സഹായിച്ചാൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും, പിന്നെ മുസ്ലിം ലീഗ് സഹായിച്ചാൽ മുസ്ലിം, BJP സഹായിച്ചാൽ ഇസ്ലാം എന്നാണ് ജനതി നോക്കുന്നതാണ് വിശേഷിപ്പിച്ചത്. ആരായാലും അത് പാർട്ടി നോക്കൂല, അതെ, ജാതി മതം നോക്കൂല. അപ്പൊ BJP സഹായിച്ചാൽ BJPക്ക് വോട്ട് ചെയ്യുന്ന അർത്ഥം. സംശയമല്ലോ. മാഷാ അല്ലാഹ്. അപ്പൊ BJPക്ക് ആയാലും പ്രശ്നമില്ല, BJP ആയാലും RSS ആയാലും നമ്മൾ ആര് സഹായിച്ചോ അവർക്ക് നമ്മൾ വോട്ട് ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശദീകരിക്കുന്നില്ല, നിങ്ങളെ സമയം കളയുന്നില്ല. BJPയും സഹായിക്കുന്നു. ഈ 2-3 ദിവസമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില AP വിഭാഗക്കാരുടെ ഗ്രൂപ്പ് ചർച്ചയിൽ നിന്ന് ചോർന്നു പോയിട്ടുള്ള കൊടക് ഭാഗത്ത് ഉള്ള പിന്നെ AP വിഭാഗക്കാർ BJPക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ച് ഇറങ്ങിയ ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിച്ചാൽ മതി. അവിടെ തലപ്പാവുധാരികളായ ആളുകള് കാന്തപുരത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കാന്തപുരം വിഭാഗക്കാരിൽ പണ്ഡിതന്മാരായ ആളുകൾ തന്നെ BJPക്ക് വേണ്ടിയിട്ട് വോട്ട് തേടിയതിന്റെ അമർഷം അവരുടെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് സംസാരിക്കുന്ന വിഷയം പുറത്തിറങ്ങിയത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഇതിനോട് കൂടി ചേർത്ത് വായിക്കണമെന്ന് സാന്ദര്യമായിട്ട് അറിയിക്കുന്നു. നമ്മൾ ആരെ സഹായിച്ചാൽ, ഇനി അത് ജൂതന്മാരെ സഹായിച്ചാലും ശരി, RSS സഹായിച്ചാലും ശരി, ഞങ്ങൾ അവരെ തിരിച്ചു സഹായിക്കും, അവർക്ക് വോട്ട് ചെയ്യും എന്നാണ് നമ്മളെ സഖാഫി കുട്ടി പറഞ്ഞത്. BJP ആകുമ്പോൾ എന്താണ്? അല്ല, BJP ആകുമ്പോൾ വർഗീയ വിഷയം
വർഗീയ വിഷയത്തുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ദോഷകരമാവുകയാണെന്ന് പറ്റില്ല. അല്ല, അപ്പൊ നിങ്ങൾ LDF വോട്ട് ചെയ്യുന്നില്ലേ? LDF നല്ല വർഗീയത കാണിക്കുന്നില്ലേ? അപ്പൊ അല്ലാതെ നിങ്ങൾ നാദാപുരം ഭാഗത്ത് ശക്തമായ വർഗീയത കാണിച്ചില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എല്ലാത്തിനും കിട്ടുന്നുണ്ട്, എന്റെ മാർഗല്ല രാഷ്ട്രീയപാർട്ടിയൊക്കെ അവസരം കാണിച്ചു. അപ്പം രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അങ്ങനെയാണ് സഹായിക്കുന്നത്, അവരെ ഞങ്ങൾ സഹായിക്കും. ഗാനമേളകളും മറ്റേ അതെ. അപ്പൊ ലീഗ് ഗാനമേള നടത്തുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പിന്നെ വർഗീയത കാണിക്കുന്നുണ്ട്, BJP വർഗീയത കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ആരാണോ ഞങ്ങളെ സഹായിക്കുന്നത് അവരെ ഞങ്ങൾ സഹായിക്കും. ഇതെന്താ നിങ്ങളുടെ നിലപാട്? എന്നാൽ ഞങ്ങളുടെ നിലപാട് കേട്ടോ, ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ മേൽ ഏത് രാഷ്ട്രീയക്കാരനും പ്രവർത്തിക്കാം. കമ്മ്യൂണിസ്റ്റുകാരന് പ്രവർത്തിക്കാം, കോൺഗ്രസ്സുകാരന് പ്രവർത്തിക്കാം, മുസ്ലിം ലീഗുകാരന് പ്രവർത്തിക്കാം, PDPക്കാരന് പ്രവർത്തിക്കാം, NDFകാരന് പ്രവർത്തിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും പ്രവർത്തിക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഒന്നാമതായിട്ട് മതമായിരിക്കണം, രണ്ടാമതേ രാഷ്ട്രീയം പാടുള്ളൂ. അത് മുസ്ലിം ലീഗായാലും ശരി, നാഷണൽ ലീഗായാലും ശരി, ആരായാലും ശരി, ഒന്നാമതേ മതമായിരിക്കണം, രണ്ടാമതേ രാഷ്ട്രീയമായിരിക്കാൻ പാടുള്ളൂ എന്ന നിലപാട്. രണ്ടാമതല്ലേ നിങ്ങൾ സലാത്ത് നഗറിൽ രണ്ടത്താണിയെ കൊണ്ടുപോയിട്ട് എന്ന് വിളിച്ചിരുന്നു. ലീഗ് അംഗമായി കൊണ്ട് പിന്തുണകളാക്കി അത് വ്യക്തിഗത സാമൂഹ്യത്തിൽ മാത്രമേ ലീഗിന്റെ ജനതാപാണ് ജീവിച്ചുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ആര് പറഞ്ഞു? ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു ലീഗിന് വോട്ട് ചെയ്യണമെന്ന്. ആനക്കര കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു ലീഗിന് വോട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഒക്കെ ലീഗാരാണ് ലീഗാരാകേണ്ടത്. ഒരു മിനിറ്റ് അബീബെ, എന്റെ ചോദ്യം കോയക്കുട്ടി ഉസ്താദ് ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ സമസ്തന്റെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിരുന്നോ ലീഗിന് വോട്ട് ചെയ്യണമെന്ന്? ഏത് ഒരുപാട് വിഷയങ്ങളിൽ ആര് പറഞ്ഞു ഞങ്ങൾ ഉറച്ച ലീഗുകാരാണെന്ന്? ആരാ പറഞ്ഞു ദാറുൽഹുദീന്? ഏതേത് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ സമസ്തക്കാർ മൊത്തം ലീഗുകാരാണെന്ന് പറഞ്ഞോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ആ ക്ലിപ്പും കൂടി നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചിരുന്നോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ മൂന്നെണ്ണായി, മറക്കരുത്. ഇനിയിപ്പോ അടുത്തത് പിന്നെ ഏഴാമത്തത്, മഹല്ലുതോറും ഫിത്ന ഉണ്ടാക്കുന്നവരാണ് ഏപ്പിക്കാരെന്ന് നിങ്ങൾ നാട് നീളെ അലറുന്നു. അല്ല, നമ്മൾ അതിനു മുമ്പ് വേറൊരു വിഷയം നമ്മൾ ഇന്നലെ സംസാരിച്ചെടുത്ത് നിർത്തിയല്ലോ അല്ലേ? പിന്നെ എന്താണ് മറ്റേ ഏത് നമ്മൾ ഇന്നലെ സംസാരിച്ചതിൽ ഒരു വിഷയം നമ്മൾ പിന്നെ നിർത്തി. സമസ്തയുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച മുജാഹിദ് ജമാഅത്ത്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതല്ലേ? നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് ചർച്ച ചെയ്തതല്ലേ? അഞ്ചാമത്തെ പോയിന്റ് വിട്ടിട്ടില്ലല്ലോ. സമസ്തയുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ച മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുത്തൻവാദികൾക്ക് സലാം പറയുക അത് സംസാരിച്ചില്ലേ? ആ വിഷയം നമ്മൾ സംസാരിച്ചില്ലേ എന്ന് വയ്ക്കുന്നു. എന്നാ പിന്നെ ആ വിഷയം ഓക്കെ. അത് ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ കട്ടായത്. അപ്പൊ ആ വിഷയത്തിൽ സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞു സമസ്ത കേരള ജമിയത്തുലമയുടെ പാഠപുസ്തകത്തിന് മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുത്തൻവാദികൾക്ക് സലാം പറയരുത് എന്ന ഭാഗം നീ വെട്ടിമാറ്റിയെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണെന്നുള്ളത് പാഠപുസ്തകത്തില്? അതെ, വെട്ടിമാറ്റി. പകരം എന്താ ഉള്ളതെന്ന് അപ്പൊ പിന്നെ അല്ല, ഈ മുപ്പത്തതിൽ ഇത് പെടൂലേ? മുജാഹിദ് ജമാഅത്ത് പെടൂലേ? ഞാനൊരു കാര്യം ചോദിച്ചു ഹബീബെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇന്നെ മറുപടി പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അതിനെന്നെയാണ് മറുപടി പറയുന്നത്. നമ്മളിപ്പോ സക്കാത്തിന്റെ അതിൽ പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉളിയത്തിറക്കുന്നത് ആട്, മാട്, ഒട്ടകം എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ?
അതെ. ഈ പിന്നെ ഇത് പോത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ പോത്തിന് ഇറക്കാൻ പറ്റുമോ? എങ്ങനെ? ആട്, മാട്, ഒട്ടകം എന്നിവ അറക്കണം. അല്ലെങ്കിൽ പിന്നെ അത് അറക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത്. അതിൽ പോത്ത് പെട്ടിട്ടില്ലല്ലോ, അപ്പൊ പോത്തിന് ഇറക്കാൻ പറ്റുമോന്ന്? അതൊക്കെ അങ്ങനെയല്ല. പഠിക്കാൻ വേണ്ടി ചോദിക്കാണ്. ആട്, മാട്, ഒട്ടകം അത് തന്നെ ശരി. ഹബീബേ, ആട്, മാട്, ഒട്ടകം ഇതിന് പോത്ത് പെടുവോന്ന്? അതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് മാടിൽ പെടുവോ? ഇല്ല. അറിയിപ്പോ ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചു നിങ്ങളോട്, ആട്, മാട്, ആയിക്കോട്ടെ ഒരു മിനിറ്റ്. മാട് എന്നുള്ളതിൽ പോത്തും മറ്റേ എരുമയും മൂരിയും എല്ലാം പെടും എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, പുത്തൻവാദികൾ വിധയികൾ എന്ന് പറയുന്നതിന് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പെടൂല? പറഞ്ഞത് അതൊക്കെ ശരിയാണ്. പക്ഷെ എന്തുപോലെ കാരണം പറയട്ടെ, കാരണം പറയട്ടെ. തബ്ലീഗ് ജമാഅത്തിനോട് സലാം ചെല്ലാൻ പറ്റുമോ? തബ്ലീഗ് ജമാഅത്തിനോട് സലാം ചെല്ലാൻ പറ്റുമോ? ഓക്കെ ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞത് പാഠപുസ്തകത്തിൽ മുജാഹിദ് ജമാഅത്ത് എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ തബ്ലീഗ് ജമാഅത്ത് ഇല്ല. അപ്പൊ കുട്ടികൾ എങ്ങനെ പഠിക്കും? കുട്ടികൾ അപ്പൊ തബ്ലീഗ് ജമാഅത്തിനോട് സലാം ചെല്ലൂലേ? മനസ്സിലായില്ല, ഒന്നുകൂടി. ആ സമസ്ത അതന്നെ ഹബീബെ ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഓരോ കാലം കഴിയുന്നോറും പുതിയ പുതിയ പുത്തൻവാദ സംഘടനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ മുജാഹിദ്, ജമാഅത്ത്, അടുത്ത തബ്ലീഗ്, പിന്നെ അതിനപ്പുറം വേറൊന്ന്, ഇങ്ങനെ എഴുതി കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് മൊത്തത്തിൽ പുത്തൻവാദികൾ ഓരോ വർഷങ്ങൾ ഇത് ഓരോ വർഷവും ഓരോ മാസവും പുതിയ പുതിയ സംഘടന. ഇപ്പൊ മുജാഹിദ് 8 വിഭാഗമായി. അതുപോലെ ഓരോ സംഘടന അബീബ്, ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിക്കാണ്. ഈ പുത്തൻവാദികൾ എന്നാ പിന്നെ അടുത്ത ചോദ്യം ആയിക്കോട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പിന്നെ 7 മഹല്ല് തോറും ഫിത്നയുണ്ടാക്കുന്നവരാണ് ഏപ്പിക്കാരെന്ന് നിങ്ങൾ നാട് നീളെ അലറുന്നു. എന്നാൽ ഏപി ഉസ്താദിനെ അനുകൂലിച്ച് എന്ന ഒറ്റ കാരണത്താൽ പാവപ്പെട്ട എത്ര മുദ്രിസുമാരെ നിങ്ങൾ ചവിട്ടി പുറത്താക്കി? ഞങ്ങൾ ചവിട്ടി പുറത്താക്കി. ഞങ്ങൾ ഏതെങ്കിലും ഒരു മുദ്രിസിനെ ചവിട്ടി പുറത്താക്കിയിരുന്നോ? അതീത ഒരു മിനിറ്റ്, നിങ്ങൾ ചൂടാവല്ല, നമുക്ക് നല്ല സാഹോദര്യത്തിൽ സംസാരിക്കാം. നിങ്ങളോട് ഞാൻ എനിക്ക് ഒരുപാട് പിന്നെ തെളിവ് വേണ്ട. എനിക്ക് നിങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ നിങ്ങളുടെ ഒറ്റ എന്നാ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുള്ളത് പിന്നെ എത്രയോ മഹല്ലുകളിൽ നിന്ന് നിങ്ങളുടെ മുദ്രിസുമാരെ ഞങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു മുദ്രിസിനെ ചവിട്ടി പുറത്താക്കിയത് നിങ്ങൾ പറയോ? നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എത്രയോ മഹല്ല് തോറും ഫിത്ന ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എല്ലാം ലാസ്റ്റ് തന്നെ പറഞ്ഞു പാവപ്പെട്ട എത്ര മുദ്രിസുമാരെ നിങ്ങൾ ചവിട്ടി പുറത്താക്കി. ഒരു മിനിറ്റ്, പാറന്നൂർ ഉസ്താദാ? പേരെന്താ? ഒരു മിനിറ്റ്, ഒരാളെ മതി എനിക്ക് കുറെ ആളെ വേണ്ട. ഒരാളെ പറഞ്ഞാൽ തന്നെ മതി. അൽഹംദുലില്ലാ. ഒരാളെ പേര് നിങ്ങൾ പറഞ്ഞു. എന്താണ് പേര്? അതിന്റെ പേര് ഞാൻ കേട്ടില്ല. എന്താണ് പേര്?
മനസ്സിലായി, അത് മനസ്സിലായി. നമ്മളെ സമസ്യയിൽപ്പെട്ട ആളാണെങ്കിൽ പിന്നെ മുദ്ര പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട പാറന്നൂർ, അതിന് ശേഷമുള്ള പേര് ഞാൻ കേട്ടില്ല, പേരൊന്നും കൂടി പറയാം. മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. മൂപ്പർ ഏത് പള്ളിയിലാണ് പിന്നെ മുദ്രിസായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നത്? എവിടെ നിന്നാണ് പുറത്താക്കിയത്? നിങ്ങളുടെ ശബ്ദം ക്ലിയർ ആവുന്നില്ല. അവിടെ റേഞ്ച് ഇല്ലേ? അവിടെ റേഞ്ച് ഇല്ലേ ഇപ്പോ? അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് നിങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നാട് പാറന്നൂരാണോ? എവിടെ എവിടെ? എനിക്ക് ക്ലിയർ ആകുന്നില്ല കേട്ടോ. അത് എന്തോ റേഞ്ചിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. എനിക്ക് ക്ലിയർ ആകുന്നില്ല. നിങ്ങൾ പറയുന്നത് ക്ലിയർ ആകുന്നില്ല. നെരിക്കുനി മഹൽ എന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ആ പള്ളിയും മദ്രസയും ആരുടെ? ഒന്ന് മതി ഹബീബ്, ഒന്ന് മതി. ഇത് നമുക്ക് ഇപ്പൊ പരിഹാരം കാണാം. ആ നെരിക്കുനി മഹലിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറഞ്ഞു. ഈ നെരിക്കുനി മഹല് ആരുടെ കീഴിലാണ്? എന്താണ് നെരിക്കുനി മഹൽ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിന്റെ അന്ന് ആളുകളും എല്ലാവരുടെയും ജീവിതത്തിന്റെ അസ്ഥാനമാണ് ആ പള്ളി. എല്ലാവരും ചെലവ് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. അപ്പൊ ഒരു സംശയം, എല്ലാവരും ചെലവ് കൊടുത്ത് എല്ലാവരും ഒന്നിച്ച് നടത്തുന്ന മഹലിന്ന് ഏകപക്ഷീയമായിട്ട് ഈ പിന്നെ പാറന്നൂർ പുറത്താക്കി. അപ്പൊ ഏകപക്ഷീയമായിട്ടല്ല ആദർശം പറയണ്ടേ? അല്ല പിന്നെ ഹബീബെ, നിങ്ങൾ പറഞ്ഞു പാറന്നൂർ പിന്നെ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ നെരിക്കുനി മഹലിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് മഹല്ല് ആരുടേതാണെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു അവിടെ AP വിഭാഗക്കാരുമുണ്ട്, പിന്നെ സമസ്തയുടെ പ്രവർത്തകരുമുണ്ട്, എല്ലാവരും ചെലവ് കൊടുത്ത് പോറ്റിയ മഹല്ലാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മഹല്ലിൽ അതെ എല്ലാവർക്കും അവകാശപ്പെട്ട പള്ളി. പക്ഷെ ആ പള്ളി ഏത് സംഘടനയുടെ കീഴിലാണെന്നാ ചോദിച്ചത്. എന്താണ് എല്ലാ സംഘടനകളും അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹത്തോട് വ്യാപിച്ചിട്ടൊന്നുമില്ല. ശരി, അതായത് ആരോഗ്യം വ്യക്തിയായും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ കാരണത്താൽ അപ്പൊ അദ്ദേഹത്തിന് പുറത്താക്കുമ്പോ അവിടെയുള്ള ഏപ്പിക്കാരൊക്കെ എന്റെ കൈയും കെട്ടി നോക്കി നിന്നു. അദ്ദേഹത്തെ മഹലിൽ നിന്ന് പുറത്താക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ആ മഹലിന് ചെലവ് കൊടുക്കുന്നത് ഏപ്പിക്കാരും കൊടുക്കാറുണ്ട്, എല്ലാവരും കൊടുക്കുന്ന മഹലിലാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ പുറത്താക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെയുള്ള ഏപ്പിക്കാരൊക്കെ കൈയും കെട്ടി നോക്കി നിന്നു? കഴിയുന്നില്ല. പിന്നെ അങ്ങനത്തെ പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉസ്താദന്മാരൊക്കെ കഴിക്കും. അല്ലല്ലോ അല്ല അതീത ഇപ്പൊ എന്റെ നാട്ടിൽ എന്റെ മഹലിലെ ഒരു ഉസ്താദിനെ അകാരണമായിട്ടൊരു മുദ്രീസിനെ പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ നാട്ടിലെ ഒരു മെമ്പർ എന്ന നിലക്ക് ഞാൻ ചോദ്യം ചെയ്യും, ആ ഉസ്താദിന് ഒരു കുഴപ്പമില്ലല്ലോ, എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്, അദ്ദേഹത്തെ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കൂല എന്നെങ്കിലും പറയും. അതുപോലെ എന്തുകൊണ്ട് AP വിഭാഗക്കാർ കാരണം നിങ്ങളെ തനിക്കലാമത്താണ് കൈകാൻ മനസ്സിലാക്കുന്നത് എന്ന് തന്നെയാണ് എങ്ങനെ എത്ര സംഘടനകളെ ഐക്യത്ത് കൂടെ വരുന്ന കാലത്താലും അതുകൊണ്ടും കൂടുതലാകും നമ്മൾ വേറെ ഒരുപാട് പഠിച്ചു പോകാൻ സ്ഥാപിക്കപ്പെട്ടു പള്ളികളിൽ വരുന്നത്. മനസ്സിലായില്ല, ക്ലിയർ ആയിട്ടില്ല, നിങ്ങളെ ശബ്ദം ക്ലിയർ ആയിട്ടില്ല. എന്താണ് ഒരുപാട് സംഘടനകളാണ് മറ്റേ വേറെ പള്ളിയുണ്ടാക്കാൻ ഇദ്ദേഹത്തിന് വേണ്ടി വേറെ പള്ളിയൊക്കെ സ്ഥാപിച്ച് ഇദ്ദേഹത്തിന് വേറെ പള്ളിയിലെ മുദ്രീസായിട്ട് നിങ്ങൾ നിയമിച്ചു അല്ലേ? അപ്പൊ ഇത് പ്രശ്നം പുറത്താക്കിയതല്ല. പഴയ മഹല്ല് കമ്മിറ്റിന്റെ പഴയ പഞ്ചറായിട്ടുള്ള ഒരു പള്ളിയിലായിരുന്നു മൂപ്പറ്. എന്നാൽ പുതുതായിട്ട് നല്ല അടിപൊളി സെറ്റപ്പോട് കൂടി വിത്ത് AC ആയിട്ടുള്ള പുതിയ പള്ളി കിട്ടിയപ്പോ മൂപ്പർ നല്ല സൗകര്യം നോക്കിയിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയാം.
എന്താണ് ഇങ്ങനെ അല്ല അല്ല അങ്ങനെയല്ല എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു മനസ്സിലായത്. ഇനിയിപ്പോ എന്റെ മനസ്സിലാക്കിയ ആളാകുമ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കണം, എന്തുകൊണ്ട് പുറത്താക്കണം? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന അബീബ, എന്തിനാണ് എ പി ഉസ്താദിന് ഏകദേശം എത്ര പള്ളിയും മദ്രസയും പള്ളി ഉണ്ടാവും കേരളത്തിൽ ഏകദേശം ഒരു കണക്ക് പ്രകാരം? അല്ല അത് പിന്നെ ലോകം മൊത്തമല്ലേ, ഞാൻ കേരളത്തിന്റെ കാര്യം ചോദിച്ചു. കേരളത്തിൽ ഏകദേശം എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഒരു 500 പള്ളി ഉണ്ടാവോ? ഒരു 500 പള്ളി ഉണ്ടാവോ കേരളത്തിൽ എ പി ഉസ്താദിന്? അല്ല, നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ 2000 പള്ളി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്നത് കേരളത്തിൽ മാത്രം ഏകദേശം എത്ര ഉണ്ടാവും? ഒരു 500, ഒരു 1000 ഉണ്ടാവോ? അല്ല, അതിനല്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. ഇപ്പൊ നാളെ നിങ്ങൾക്ക് സക്കാഫി ബിരുദം കിട്ടും, നിങ്ങൾക്ക് ജോലി നോക്കണ്ടേ? എന്തിനാണ് സമസ്തന്റെ പള്ളിയിൽ പോയിട്ട് സമസ്തന്റെ മദ്രസയിൽ പോയിട്ട് ജോലി ചോദിച്ചിട്ട് പിന്നെ അവിടുന്ന് അവസാനം പുറത്താക്കുന്ന ആവശ്യമില്ലല്ലോ. എ പി ഉസ്താദ് ഉണ്ടാക്കിയ പള്ളി, എ പി ഉസ്താദ് ഉണ്ടാക്കിയ മദ്രസ അവിടെ തന്നെ ജോലി ചെയ്താൽ പോരെ? അതിലെ മുന്നേ ജീവിതത്തിൽ മുന്നേ അവരെ അദ്ദേഹം എന്താണ് പിന്നെ മനസ്സിൽ കൊണ്ട് ആരോഗ്യം മനസ്സിൽ കൊണ്ട് വ്യക്തമായ അദ്ദേഹത്തെ പുറത്താക്കി. അതാണ് വിഷയം. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതല്ല. ഇപ്പൊ നാളെ നിങ്ങൾക്കിപ്പോ ജോലി, നിങ്ങളിപ്പം ബിരുദം കിട്ടിയാൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യണ്ടേ? ഉസ്താദ് ഉണ്ടാക്കിയ പള്ളിയിൽ തന്നെ ജോലി ചെയ്താൽ പോരെ? എ പി ഉസ്താദ് ഉണ്ടാക്കിയ മദ്രസയിൽ തന്നെ ജോലി ചെയ്താൽ പോരെ? എന്തിനാണ് സമസ്തന്റെ പള്ളിയിലും മദ്രസയിലും പോയിട്ട് ജോലി ചെയ്യാൻ നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ അവർ പുറത്താക്കുന്നത്. അന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ ഈ സംഭവം കഴിഞ്ഞിട്ട്? ഇല്ല, ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഈ സംഭവം കഴിഞ്ഞിട്ട്? ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? എങ്ങനെ 10-25 വർഷമായി ഈ സംഭവം കഴിഞ്ഞിട്ട്. എന്നാ പിന്നെ അത് വിട്ടെ, ആ വിഷയം വിട്ടെ. അതീതെ നിങ്ങൾ ചോദിക്കുന്നത് 25 വർഷം മുമ്പ് പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആളെ നെല്ലിക്കുനി മഹലിൽ നിന്ന് പുറത്താക്കിയ വിഷയമാണ്. എനിക്കാണെങ്കിൽ 33-34 മാക്സിമം 34 വയസ്സേ ഉള്ളൂ. എന്നോട് 25 വർഷം മുമ്പുള്ള കഥ ചോദിച്ചാൽ ഞാനെങ്ങനെ പറയാനാണ്? അത് പഠിക്കാൻ തന്നെയാണ് നിങ്ങളോട് ചോദിച്ചത്. ഇത്ര കാര്യം ചോദിച്ചാൽ നിങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു പോരെ? നിങ്ങളുടെ വാട്സപ്പിലുള്ള ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഈ നിലവിൽ, അതായത് 2013, 14, 15 കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാരെ ഞങ്ങളുടെ മഹലിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഓക്കെ, ഇന്നത്തെ വിഷയമല്ല വിഷയം വിട്ടു. ഓക്കെ, ഇന്നത്തെ വിഷയമല്ല പറഞ്ഞത് നിങ്ങൾ. ഓക്കെ, എന്നാ പിന്നെ വിഷയം വിട്ടു. ചോദ്യത്തിലേക്ക് പോട്ടെ. ഏത് ഇന്ന് എവിടെ കിട്ടുന്നില്ലല്ലോ? അതിപ്പോ തീർച്ചയായിട്ടും പ്രബോധനം നടത്തണം. എ പി ഉസ്താദും പ്രബോധനം നടത്തണം, പേരോട് ഉസ്താദും പ്രബോധനം നടത്തണം, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാറും പ്രബോധനം നടത്തണം, നൗഷാദ് ഹസനും പ്രബോധനം നടത്തണം. എല്ലാവരും പ്രബോധനം നടത്തണം. അതിനൊന്നും അസുഖം വെക്കാൻ പാടില്ല. ഇവരും എന്റെ മകൻ രണ്ടാളും എന്ത് ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ നിഷ്പക്ഷ മഹലിൽ എല്ലാവർക്കും അധികാരമുണ്ട്. നിഷ്പക്ഷ മഹല് എന്ന് പറയുന്ന ഒരു മഹല് ഉദാഹരണം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? എല്ലാവരും എന്റെ മഹല് എല്ലാവരും ഒരു അസമമുണ്ട് മഹല്. ഏതേത് അസമമുണ്ട്?
പട്ടണംകുണ്ടോ? അങ്ങനെ മഹലുണ്ട്, പട്ടണംകുണ്ട് മഹല്. ഇതെവിടെയാണ് സ്ഥലം? ഇല്ല, പ്രശ്നമില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാനാത്തില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഇതെവിടെയാണ്, നാട് എവിടെയാണിത്? ഇതെവിടെയാണ്? മലപ്പുറം? മലപ്പുറം മഞ്ചേരിയിലെ പട്ടണക്കുണ്ട് മഹല്. ശരി, ഇത് അല്ല, ഇത് ഇപ്പം വാട്സപ്പും ഇന്റർനെറ്റൊക്കെ ഉണ്ടോണ്ട് പെട്ടെന്ന് കിട്ടും സംഭവങ്ങളൊക്കെ. നിങ്ങൾ പറഞ്ഞത് മലപ്പുറം മഞ്ചേരിയിലെ പിന്നെ പട്ടണക്കുണ്ട് മഹല് നിഷ്പക്ഷമായ മഹലാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? മലപ്പുറം മഞ്ചേരിയിലെ പട്ടണക്കുണ്ട് മഹൽ എന്നല്ലേ പറഞ്ഞു നിങ്ങൾ? പട്ടണക്കുണ്ട് മഹല് നിഷ്പക്ഷമായ മഹലാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആയിക്കോട്ടെ. അവിടെ ഇപ്പം പിന്നെ ഖത്തീബിന്റെ പേരെന്താണ്? ഖത്തീബിന്റെ പേര് ഫൈസിയാണ്. മുദ്രിസിന്റെ പേരോ? മുദ്രിസിന്റെ പേരെന്താണ്? മുദ്രിസ് ഏത്? ഖത്തീബിന്റെ പേര് അല്ല, അബീബ് സാഹിബ് ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഈ പട്ടണക്കുണ്ട് മഹലില് ഖത്തീബ് ഫൈസി ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി എന്റെ ചോദ്യം, മുക്രിക്കാവോ അല്ലെങ്കിൽ മുദ്രിസ് ഉസ്താദോ സദർ ഉസ്താദോ ഇതിലേതെങ്കിലും സക്കാഫിമാരോ അഹ്സിനിമാരോ ഉണ്ടോ? സക്കാഫിക്ക് എന്താ പണി? മുക്രിയാണോ? സക്കാഫി ഉസ്താദിന് എന്താ പണി? ഏത്? ഒരുപാട് മഹല് വിട്. ഈ പട്ടണക്കുണ്ട് മഹലിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടണക്കുണ്ട് മഹലിൽ നിങ്ങളൊരു സക്കാഫി ഉണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് എന്താണ് ജോലി? മുക്രിയാണോ? മുഹമ്മദ് സക്കാഫി അവിടുത്തെ മുക്രിയാണ്. അപ്പൊ നിഷ്പക്ഷമായ മഹലാണെന്നാണ് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കട്ടെ, എന്നിട്ട് അതിന്റെ മറുപടി പറയാം. അങ്ങനെ എല്ലായിടത്തും ഒരുപാട് നിഷ്പക്ഷ മഹലുകളുണ്ട്. അതുപോലെ തന്നെ അത് എന്താണെന്നറിയാം അതിവ്, അത് ഈ ചരിത്രം അറിയാത്തത് കൊണ്ട്, അവിടെയുള്ള ആളുകൾക്ക് ചരിത്രങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ നിഷ്പക്ഷം എന്ന് പറയുന്നത്. ചരിത്രം അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും AP വിഭാഗത്തെ മഹലുമായിട്ട് അടുപ്പിക്കില്ലായിരുന്നു. അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. അതിപ്പോ ചർച്ച ചെയ്യണ്ട അതിവ്, അത് തമ്മിൽ തെറ്റും. ആയിക്കോട്ടെ അബീബേ, എന്നാൽ അടുത്ത പ്ലാനിലേക്ക് പോട്ടെ. അടുത്ത പ്ലാനിലേക്ക് പോട്ടെ. ഇത് മനസ്സിലായി. അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ. സർവാണ് ഫലപ്രദമായി നിങ്ങൾ പിന്നെ എട്ടാമത്തത്, എത്ര മദ്രസാധ്യാപകരെ പടിയടച്ചിട്ടുണ്ടെന്ന് വെച്ചു. അത് അതേ വിഷയത്തിൽ പെടുന്ന വിഷയമാണ്, അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ സംസാരിച്ചത് അതേ വിഷയത്തിൽപ്പെട്ട എന്താണ് 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 കേൾക്കുന്നില്ല. പിന്നെ അബീബ് കുറച്ച് റേഞ്ചിലുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുമോ? കേൾക്കുന്നില്ല. അലി ഫൈസി എന്താ ചെയ്തത്? AP അനുഭാവി ആയതുകൊണ്ട് അദ്ദേഹം പുറത്താക്കിന്നോ? അതെ, അന്ന് നോക്കാൻ സംശയമല്ല. ആയിക്കോട്ടെ, ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അത് 7ാമത്തെ വിഷയവും 8ാമത്തെ വിഷയവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മൾക്ക് 9ാമത്തിൽ കടന്നു. തറവാട് സ്വത്തായ സർവ്വ മഹല്ല് നിവാസികളുടെയും വിയർപ്പിന്റെ ഫലമായി മദ്രസ കമ്മിറ്റിയിൽ നിന്ന് എന്തിന് AP അനുകൂലികളെ മാത്രം പുറത്താക്കി? അതും എനിക്ക് വന്നത് പിന്നെ സെയിം അതേ ചോദ്യം തന്നെയാണ്. അടുത്തത് 10ാമത്തത്, ഉത്തരം
ഇത്തരം നിങ്ങളുടെ നീച പ്രവൃത്തികൾ കൊണ്ടല്ലേ മഹല്ല് തോറും അടിപിടികൾ അരങ്ങേറിയത്? അന്നത്തെ കാലത്ത് മാത്രം കൊടുത്ത് മനസ്സിലല്ല. എങ്ങനെ 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 അന്നത്തെ കാലത്ത് ഭൂരിപക്ഷമായില്ല. അപ്പം ശ്രമിച്ചു. മനസ്സിലായിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല, നിങ്ങൾ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ല. ഈ അടിയന്തര കാലത്ത് അടിപിടി ഉണ്ടാവില്ല. അടിയന്തര കാലത്ത് അടിപിടി ഉണ്ടായി. ഓക്കെ, നിങ്ങൾ ഈ പോയിന്റുകൾ പറയുന്നത് അടിയന്തര കാലത്തിന്റെ പോയിന്റുകളാണോ? അല്ല, നിങ്ങൾ ഈ പോയിന്റുകൾ പറയുന്നത് അടിയന്തരാവസ്ഥയുടെ കാലത്തുണ്ടായ പ്രശ്നങ്ങളാണോ അതോ ഇപ്പോഴത്തെ പ്രശ്നമാണോ? ആ വിഷയങ്ങൾ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളൂ. ആ വിഷയം അല്ലേ, അത് വിട്, അത് ഒഴിവാക്കി നമ്മള്. ഇപ്പോഴത്തെ വിഷയം നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാന്നല്ലാണ്ട്. 12 ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ അന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ പഠിക്കണ്ടേ? ഇതിന്റെ സമൂഹം മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ. 11-ാമത്തത്, ഏതു ഉസ്താദ് തട്ടിപ്പുകാരനാണെന്ന് നാട് നീളെ നിങ്ങൾ അലറുന്നത് ഏതെങ്കിലും ഒരു തട്ടിപ്പ് കഴിക്കാമോ? ഹബീബേ, പോയിന്റ് നിങ്ങളാണ് എഴുതിയത്, ചോദ്യം ഞാനാ ചോദിക്കേണ്ടത്. ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കല്ല, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അരിക്കാട് ഏതാ ചോദ്യം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ചെറിയ കാര്യം അവിടെ പറയാനുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് നിഷ്പക്ഷമായ അല്ലെങ്കിൽ നമ്മുടെ ഒരു മഹല്ലില് ഇവരുടെ ആള് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. നിങ്ങൾക്ക് ഇത് ആരാന്ന് മനസ്സിലായോ? അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേക ഇതൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷപാതമൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് ഒരു പാവം AP ഉസ്താദിനോട് ചെറിയൊരു ചായവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് മാറ്റിയെന്ന് പറഞ്ഞല്ലോ. ആരാന്നറിയോ? അതന്നെ അമീർ സാഹിബ് അടിച്ചതുപോലെ പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ മാന്യ ദേഹമാണ് ഈ പറയപ്പെട്ട ആള്. ഇയാളാണ് AP-ക്കാരനല്ല എന്ന് പറഞ്ഞ് AP-നോട് ചെറിയൊരു ചായവേ ഉണ്ടായിട്ടു എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ മഹാനായിരുന്ന PP ഇബ്രാഹിം മുസ്ലിയാർ, ഇദ്ദേഹത്തെ ആ മഹലിന്റെ പള്ളിയുടെ പിരിവിനായിട്ട് അയച്ചു. ഇദ്ദേഹം ആ പിരിവ് നടത്തിയിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് AP പള്ളി ഉണ്ടാക്കിയാണ്. പിന്നെ ഇയാളെ ആടെ വെച്ച് പുറത്തേക്കണം. ആ നാട്ടുകാരൻ നല്ല നാട്ടുകാരായതുകൊണ്ട് ഇയാളെ പെരുമാറാതെ വിട്ടു അല്ലേ? ബാക്കി ഇയാളെ സമത വൈശ്യത്തൊക്കെ എന്തൊക്കെ പറയേണ്ടതെന്ന് പിന്നീട് പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ബാക്കി കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, ഞാനത് ക്ലിപ്പ് ഇടുകയാണ്. ഹബീബെ, 11-ാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതിയത് AP ഉസ്താദ് തട്ടിപ്പുകാരനാണെന്ന് നാട് നീളെ നിങ്ങൾ അലറുന്നത് ഏതെങ്കിലും ഒരു തട്ടിപ്പ് തെളിയിക്കാമോ? ഞാൻ ഒരു തട്ടിപ്പ് പറയട്ടെ. ബോംബെയിലെ ചോർബക്കാരന്റെ പിന്നാമ്പുറത്തെ തെരുവിലെ ആക്രി കച്ചവടക്കാരനും ഗുണ്ടാത്തലവനും പടുജാഹിലുമായ ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്തിൽ നിന്ന് സനദില്ലാത്ത മേലുള്ള കത്തിച്ചാൻ കടന്നു കൊണ്ടുവന്നുകൊണ്ട് തിരുകേശമാണെന്ന് പച്ച തട്ടിപ്പ് നടത്തി. ഏതേത് എന്ന് കേട്ടില്ല. അല്ല, ഒരു മിനിറ്റ് അറിയത്, സനത് വായിച്ചോ? കോയിക്കലയിൽ വെച്ചിട്ട് ഈ മുടിന്റെ സനത് വായിച്ചോ? അതെ, ഒരു മിനിറ്റ്. ഈ പറയപ്പെടുന്ന ജാലിയവാല എന്ന് പറയുന്ന നിങ്ങളുടെ AP ഉസ്താദിന്റെ മുറബിയായ ഷെയ്ഖും ഗുരുവുമായ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് വിളിച്ചു സംസാരിച്ചു. ആ ക്ലിപ്പ് നിങ്ങളുടെ വാട്സപ്പിൽ ഞാൻ വിട്ടുതരാം കേട്ടോ. ഞാൻ സംസാരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന ഈ തിരുകേശം എന്ന് പറയുന്ന മുടികൾ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ഉപ്പാപ്പയാണ് എനിക്ക് തന്നത്.
ആ ഉപ്പാപ്പയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് പറഞ്ഞത്. അല്ല, ഒറ്റ ഉപ്പാപ്പന്റെ പേര് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി. ഉപ്പാപ്പാന്റെ പേര് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി എന്നല്ല, ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പാന്റെ പേര്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ പറയുന്ന ആള് ഇന്ന് ഇറാഖിന് അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ് ജാലിയവാല എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹബീബെ, അങ്ങനെ നിങ്ങളുടെ പേരോട് ഉസ്താദ് വായിച്ച ആ സനദില് ഉസ്മാൻ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ആ പേര് വേണ്ടേ? ഞാൻ ഫുള്ള് വായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അറിയുന്ന കാര്യമല്ലോ തനത് മാത്രം ആവശ്യമില്ല. അതാണ് ആളുകൾ പറഞ്ഞത്. വായിപ്പിക്കണമെന്ന് പറഞ്ഞു ഇത്തരത്തിൽ വേണ്ട എന്ന് ഒരു മിനിറ്റ്. മുടി നിങ്ങളുടെ എ പി ഉസ്താദിന് മുടി തന്ന ആള് പറയുന്നു, എനിക്ക് മുടി തന്നത് എന്റെ ഉപ്പാപ്പയായ ഉസ്മാൻ ജലാലുദ്ദീൻ ആണ് എന്നാണ്. പേരോട് ഉസ്താദ് വായിച്ച ആ സനദിന് മൊത്തം പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെ ക്ലിയറില്ല. നിങ്ങൾ പിന്നെ അബീബ് സാഹിബ്, നിങ്ങൾ കുറച്ച് റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു ഉയരത്തിലോ മറ്റോ നിൽക്കുമോ? അല്ല, കോളിങ്ങൊക്കെ ഇത് പ്രമാണമാണ്. പിന്നെ ടിവിയിൽ അതെല്ലാം വിഷയം പറയാം. അല്ലല്ല, ആയിക്കോട്ടെ. നിങ്ങൾ കുറച്ച് റേഞ്ചുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കുക. അങ്ങനെ അവിടെ പോയിട്ട് സംസാരിക്കുന്ന തെളിവില്ല, സംസാരിക്കില്ല. അവിടെ പോയി പറയണം. ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. ഹബീബ് സാഹിബ് പറഞ്ഞു ഇങ്ങനെ ഒരു സനത് വായിച്ചു എന്ന് പറഞ്ഞു, ഗുലാം അബ്ദുൽ ഖാദിർ ജിലാനി ഇങ്ങനെ പോയി ജിലാനി തെരീക്കത്ത് അത് സനത് വായിച്ചു എന്ന് പറയുന്ന ആ സനത് ഉണ്ടാക്കിയ സ്വാലിഹി സക്കാഫി പറയുന്നു അത് ഖാദിരിയ തെരീക്കത്തിന്റെ സിൽസിലയുടെ തലയും പാലും കട്ട് ചെയ്തുകൊണ്ടുണ്ടാക്കിയ വ്യാജ സനതാണ് എന്നും. അശോക് സക്കാഫിയും അങ്ങനെ തന്നെ. മലയമ്മ സക്കാഫി പറയുന്നു ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യാജ സനത് ഉണ്ടാക്കിയത് എന്ന്. മാത്രമല്ല, ഒരു മിനിറ്റ്. സ്വാലി സക്കാഫി എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ ജാവ പ്രവർത്തനം നടത്തുന്ന ന്യൂസിലാൻഡിൽ ജാവ പ്രവർത്തനം നടത്തുന്ന സ്വാലി സക്കാഫി പറയുന്നു ആ സനത് ഉണ്ടാക്കിയ ആര് സ്വാലി സക്കാഫിക്ക് എന്തെങ്കിലും കിട്ടിയത് സ്വാലി സക്കാഫി നിഷേധിച്ചോ ഇല്ലെന്നത് എനിക്കറിയില്ല. ഇനി സാക്ഷാൽ ജാലിയവാല പറയുന്നു എന്റെ കയ്യിൽ മുടിയേ ഉള്ളൂ, സനതില്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയായിരുന്നു സനത് കിട്ടിയത്? അതിന്റെ തുടക്കത്തിലേ പറഞ്ഞു അവിടെ സനത് വേണമെന്നില്ല. സനത് വേണോ വേണ്ടെന്നുള്ളത് വേറെ ചർച്ച, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ എന്താണ് ഇത് തട്ടിപ്പാഴ്ചയ്ക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. കാരണം ഇസ്ലാമിന് അവിടെ സമർപ്പിച്ചെടുക്കുന്നത് കൊണ്ട് അവർക്ക് ആളുകൾക്ക് വിശ്വാസം കൊടുക്കുന്നത് എനിക്ക് ഇസ്ലാമിന് ഒന്ന് കിട്ടി, അത് ഏത് ഇസ്ലാമിൽ വന്ന് വർത്തിച്ചെടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വർത്തിച്ചെടുക്കാം, അല്ലെങ്കിൽ എതിർപ്പുകളാക്കണം. ഒരു മിനിറ്റ്. തിരുകേശത്തിന് സനത് വേണ്ട എന്ന് എവിടെയുള്ളത്? തങ്ങളിലേക്ക് ചേർക്കുന്ന എന്തിനും സനത് വേണം എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അത് ഹദീസ് ആയിക്കോട്ടെ, ആധാറുകളായിക്കോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുന്ന എന്തിനും സനത് വേണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് അദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്. ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അതിന് വേണ്ടി ഹുക്മ് പറയാൻ വേണ്ടി അല്ലല്ല, അതിനെ നമ്മൾ നിങ്ങളെ പോലെ സക്കാഫിയെ നമ്മൾ സാധാരണക്കാരനാണ്, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ഏത് ഹുക്മ് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന് പറഞ്ഞത്? അവിടെ
തെറ്റുമാവിന്റെ ശരീരത്തിന്റെ ആ വിഷയമാണ് അവിടെ പറയുന്നത്. കാലിന്റെ തപ്പറത്തിന് വേണ്ടിയുള്ള വിഷയം പറഞ്ഞിട്ടുള്ള അദീബെ നിങ്ങളുടെ പിന്നെ ഹദറജി കൊടുത്ത നസബ വായിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് AP ഉസ്താദ് പറയുന്നത്. മാത്രവുമല്ല പിന്നെ അതിനുശേഷം തന്നെ എടുത്ത വേറൊരാൾ പറയുന്നത് ടെലിഫോൺ വിളിച്ച് സനത് ചോദിച്ചവർ സനത് കേട്ടോളി എന്ന് പറഞ്ഞിട്ടാണ് നസബ വായിക്കുന്നത്. അതിന് തൊട്ട് മുമ്പാണ് AP ഉസ്താദ് പറയുന്നത് അദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്. അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാ പറയുന്നത്? ഈ മുടിയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? വാണത്തിന്റെ ആ വിഷയത്തോട് ബന്ധമാണെന്ന് പറയണം. കാരണം എന്താ വെച്ചാൽ അവിടെ സന്നദ്ധാന പ്രശ്നത്തിൽ ആയിക്കോട്ടെ. ഞാൻ അദീബ് സാഹിബിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, നിങ്ങളൊരു സക്കാത്ത് ഉസ്താദ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ അദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് എന്താണ് നിങ്ങൾക്ക് വിവരം ഏത് അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിത പഠിക്കുന്ന അവരുടെ നിങ്ങൾ ആര്? ഞാനോ? ഞാൻ സാധാരണക്കാരനാണ്. ഞാൻ സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ സാധാരണക്കാരനായതുകൊണ്ടാണ് അടുത്ത വർഷം സക്കാഫിയായിട്ട് ഇറങ്ങുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതനായ അങ്ങയോട് ചോദിക്കുന്നത് അദ്ദീനു ബിൽ ഇസ്നാദ് ബിൽ അസ്നാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഒരുപാട് വിഷയം വേണ്ടാന്ന്. ഇത് എനിക്ക് പഠിക്കാൻ വേണ്ടി ചോദിക്കാൻ നിങ്ങളൊരു സക്കാഫിയാകുന്ന ആളാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാകും. അല്ല വേണ്ട, ഇതിന്റെ ബാഹ്യാർത്ഥം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനത്തെ അർത്ഥമായാലും നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. അദ്ദീനു ബിൽ ഇസ്നാദ് ബിൽ അസ്നാദ് എന്ന് പറഞ്ഞതിന്റെ പിന്നെ വിശദീകരിച്ച അർത്ഥം പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്, അതില് പിന്നെ അദ്ദീനു ബിൽ ഇസ്നാദ് ബിൽ അസ്നാദ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്, യൂസുഫ് നബഹാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? യൂസുഫ് നബഹാനി തബറുക്കിൽ, എനിക്ക് തബറുക്കല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ ആദ്യം മുടി തിരുവാകണ്ടേ, എന്നിട്ടല്ലേ തബറുക്കിന്റെ വിഷയം വരിക. ആദ്യം തിരുവാകണ്ടിട്ട് എന്നിട്ടല്ലേ തബറുക്ക് വരിക. ആഗ്രഹിക്കുക ബഹുമാനിക്കുക, അതാണ് തിരി അല്ലെങ്കിലും തിരി ആഗ്രഹിക്കുക ബഹുമാനിക്കുന്ന വിഷയത്തിലായി കണക്കുക. അതിന് ശരിക്കന്മാരെ ആദ്യം എന്താണ് ഹബീബ് പറഞ്ഞു തബറുക്കിന് വേണ്ടി ബർക്കത്തെടുക്കാൻ വേണ്ടി സനത് വേണ്ടാന്ന്. ശരി, ബർക്കത്തെടുക്കാൻ വേണ്ടി സനത് വേണ്ട, പക്ഷെ ഇത് തിരുവാകാൻ വേണ്ടി സനത് വേണ്ടേ? വിഷയം വന്നു അല്ലേ? നിങ്ങൾ ആ വിഷയം പിന്നെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഞാൻ പറയാം. 27ാമത്തെ പോയിന്റ്, ഒരാളുടെ കൈവശം നബിയുടെ കേശമുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ശറഫാക്കപ്പെട്ട കേശമെന്ന് പറഞ്ഞ ഇബ്നു ഹജർ തങ്ങളെ നിങ്ങൾ ധിക്കരിക്കുമോ? ഇതല്ലേ ചോദ്യം? ഒരു മിനിറ്റ് പറയപ്പെടുന്നില്ല. സാധാരണക്കാരുടെ അടുത്താണ്, സംസ്കൃതന്മാരുടെ ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഹബീബ് സാഹിബേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇബ്നു ഹജർ തങ്ങളുടെ ഈ വിഷയം ചുരുക്കി നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ഇബ്നു ഹജർ തങ്ങളുടെ വിഷയം അതിന്റെ ഉദാഹരണ സഹിതം ഞാൻ വാക്യത്തിൽ ചേരാം. അതായത് ഒരു മക്കളെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. മക്കളെ ചോദിക്കാൻ വേണ്ടി വന്നു. എന്താണ് മസാല? അനന്തരത്തിന്റെ വിഷയമാണത്. അതെ, അതാ തിരുവാസന്റെ എന്ന വിഷയമാണ്. 3 ദിവസം മുമ്പ് ആ വിഷയം അനന്തരത്തിൽ എടുക്കാൻ പറ്റിയ വിഷയത്തിലാണ് അദ്ദേഹത്തെ ചോദിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട ഹബീബ് സക്കാഫി ഉസ്താദെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ, മുപ്പാപ്പാന്റെ ഉപ്പ 3 തലമുറകളായി കൈമാറി വരുന്ന കേശം, അതിന്റെ അനന്തരാവകാശത്തിന്റെ വിഷയത്തിലല്ലേ അവിടെ സംശയം വന്നിട്ടുള്ളത്? അവര്
ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് ആ മസാല ആള് കൈമാറി പോന്ന് വന്നിട്ട് ജാലിയവാല എങ്ങനെ 3 തലമുറയാകുന്നു? ജാലിയവാലയുടെ 3 തലമുറയാണ്. ജാലിയവാലയുടെ അടുത്ത് 3 തലമുറ പോയിട്ട് 1 തലമുറ പോലും ആകുന്നില്ല ഹദീര്. അതുപോലെ തന്നെ ഹദറജിന്റെ അടുത്തും 3 തലമുറ എന്നല്ല. ഹലോ, അവിടെ വ്യക്തമാക്കില്ല, അവിടെ ഞാൻ പറയപ്പെടുന്നു എന്ന് തന്നെയാണ്. അല്ല നിങ്ങൾ ഇക്കണക്കിന് പരീക്ഷ അങ്ങനെ തോക്കും. അതീ സക്കാഫി ഉസ്താദ് ഇക്കണക്കിനാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എന്തായാലും തോക്കും. കാരണം നിങ്ങൾ ഇബാറത്തുകളൊന്നും വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നില്ല. കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3 തലമുറകളായിട്ട് ആ ഇബാറത്ത് നമ്മൾ നിങ്ങൾ പറഞ്ഞ ഇബാറത്ത് വായിച്ചിട്ട് ചർച്ച ചെയ്യാം. ആയിക്കോട്ടെ, പ്രശ്നം നിങ്ങൾ പറയുന്ന പോലെ. പിന്നെ അടുത്തത് ഇപ്പോ മൊബൈലാണ്, വാട്സപ്പ് അല്ല, എനിക്ക് നോക്കാൻ കഴിയില്ല. 11ാമത്തെയാണ്. 12ാമത്തെ 11 അല്ല, 11 നാളെ, 11 മറ്റന്നാള്. ഞാനിപ്പോ നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് ആയിക്കോട്ടെ 11 ഇനി ബാക്കി മറ്റൊരു ദിവസം വിളിക്കാം. അടുത്ത നാളെ 10 നിങ്ങളെ മുമ്പ് പറയുന്നത് ഒരു ഹലാഫിക്കാൻ സംശയങ്ങൾ നിങ്ങൾ വീടും നിങ്ങൾ 10 സമയത്ത് വിളിച്ചു പ്രതീക്ഷിക്കുന്നു. നമ്മളെ സഖാഫി കുട്ടിൻ്റെത് കഴിഞ്ഞു. ഇനി വലിയ വലിയ സാധനങ്ങൾ പൊട്ടാനുണ്ട്. ജിഷാൻ വാഹിന്റേത്. പിന്നെ എന്തെങ്കിലും വെള്ളമോ ചായയായിട്ട് കുടിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് കുടിച്ചിട്ട് വന്നോളി എല്ലാവരും. നല്ല നല്ല ക്ലിപ്പുകൾ മർക്കസിലും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട SYS നേതാക്കളൊക്കെ വിളിച്ചുകൊണ്ടുള്ള നല്ല നല്ല ക്ലിപ്പുകൾ പ്ലേ ചെയ്യിക്കാനുണ്ട് ഇൻഷാ അല്ലാ. നൗഷാദ് സാഹിബ് വല്ലാതെ കട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ മൈക്കിൽ വരണം. നൗഷാദ് സാഹിബ് കട്ട് നേരത്തെ അറിയിച്ചിരുന്നു. കട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് മൈക്കിലേക്ക് വരണം, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ സഖാഫി കുട്ടി ബാക്കി നാളെ പിന്നെ കുറച്ച് ചോദ്യങ്ങൾ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ വാട്സപ്പിൽ നമുക്ക് ബാക്കി ചോദ്യം കൂടി ചോദിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ മൂപ്പർ പറയുന്നുണ്ട്, വഞ്ചകനായ നിങ്ങളോട് ഇനി ചോദ്യമോ ഇനിയില്ലാന്നാ പറഞ്ഞത്. അപ്പൊ ആ സുഹൃത്ത് ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ചോദ്യത്തിന്റെ ബാക്കി മറുപടി പറയണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. മൈക്ക് റിലീസ് ചെയ്യുന്നു. നൗഷാദ് സാഹിബ് DC ആയെന്ന് തോന്നുന്നു. സമയം 10:15 മറ്റ് ക്ലിപ്പുകളൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പുകളാണ്. ഇൻഷാ അല്ലാ പിന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ മറ്റേ ക്ലിപ്പുകൾ തുടരെ ഇടുന്നതാണ് എന്നറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഉസ്താദന്മാർക്കും മൈക്കിലേക്ക് വരാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ജിഷാന്റെ മർക്കസിലും അതുപോലെ തന്നെ SYS നേതാക്കളെയൊക്കെ വിളിച്ചിട്ടുള്ള വളരെ രസകരമായ നല്ല ക്ലിപ്പുകൾ ഉണ്ട് എന്നാണ് അമീർ സാഹിബ് അറിയിച്ചിട്ടുള്ളത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. സമദ് ഫൈസി ഉസ്താദ്.